രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. എല്ലാവർക്കും നാമം ജപിച്ചോളൂ കേട്ടോ. ക്ലാസ്സിൽ കയറി കഴിഞ്ഞാല് നമുക്ക് കേൾക്കണത് നല്ലതാണ്. നമ്മൾ ഇന്നലെ പഠിച്ചതല്ലേ, ശ്രവണം അല്ലേ? ചൊല്ലുകയും ചെയ്യാം, എല്ലാവർക്കും കേൾക്കാനും സാധിക്കുമ്പോ. ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ ടെമ്പിൾ ഇസ്കോൺ ബാംഗ്ലൂരിന്റെ 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമ്മള് അധ്യായം 8 പരമപദപ്രാപ്തി, 8ാമത്തെ അധ്യായം അല്ലെ? ഇന്ന് 8ാമത്തെ അധ്യായം അല്ലേ നമ്മുടെ? പരമപദപ്രാപ്തി എന്ന് വെച്ചാൽ എന്തായിരിക്കും? പരമാത്മാവിനെ പ്രാപിക്കുക. അതെ, പരമപദത്തില് പ്രാപിക്കുക നമ്മൾ അല്ലെ. പരമാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതാണ് 8ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അതിനു മുന്നേ നമ്മൾ ഇന്നലെ എന്തൊക്കെയാ പഠിച്ചത്? ഇന്നലെ കുറെ കാര്യങ്ങൾ പഠിച്ചു നമ്മൾ അല്ലെ. എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? 6:30 ബാച്ചാൽ കയറിയിട്ടുണ്ട് ആരെങ്കിലും ഇതിലൊന്ന്? മാതാജി, ഞാൻ സുജാത. 6:30 ക്ലാസ് ആണ്. കയറി. ഞാൻ പറഞ്ഞു നമ്മുടെ 6:30 ബാച്ചിനേക്കാളും ഭയങ്കര എനർജറ്റിക് ഉള്ള ക്ലാസ് ആണ് 3 മണിയുടെ ക്ലാസ്. നിങ്ങൾ കേറി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് മാതാജി. പറഞ്ഞിട്ടുണ്ടായിരുന്നു 6:30 ക്ലാസ്സിൽ കുറച്ച് ഉഷാറ് കുറവ് എല്ലാവർക്കും. ഹരേ കൃഷ്ണ മാതാജി. ഞാനും 6:30 ക്ലാസ്സിൽ കയറാറുള്ളത് മാതാജി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എക്സാം ആയത് കാരണം സ്കൂളില്ലാത്തോണ്ട് ഞാൻ കയറി 3 o'clock ബാച്ച്. ഞാൻ അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ 3 മണിയുടെ ബാച്ചിൽ കയറി നോക്ക്, ഭയങ്കര എനർജറ്റിക് ഉള്ള ക്ലാസ് ആന്ന് പറഞ്ഞു എല്ലാവരോടും. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് എന്തൊക്കെയാ നമ്മൾ ഇന്നലെ പഠിച്ചത്? തത്സൃണു എന്ന വാക്കിന്റെ അർത്ഥം ജ്ഞാനവിജ്ഞാന യോഗം ചാപ്റ്ററിന്റെ പേര്. ജ്ഞാനവിജ്ഞാന യോഗം 8 തരത്തിലുള്ളതാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. പിന്നെന്താ പറഞ്ഞ? പിന്നെ ലോകങ്ങൾ, ഭൗതിക ലോകം, വൈകുണ്ഠ ലോകം, ഗോലോകം. കണ്ടു. ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തി എന്താണ്? ശരണം പ്രാപിക്കാത്തവർ ആരെല്ലാം? ശരണം പ്രാപിക്കാത്തവർ പറഞ്ഞു അല്ലെ. ഭഗവാനെ പ്രാപിക്കുന്നവര് ആരൊക്കെയാണ്? ദുഃഖിതർ, ഭഗവാനെ ശരണം പ്രാപിക്കുന്ന 4 കൂട്ടർ അല്ലെ. നമ്മളും ഇതിലുള്ളത് നമ്മൾ കണ്ടു. പിന്നെ വേറെ എന്ത് കണ്ടു? 3 വിഷ്ണു രൂപങ്ങൾ. 3 വിഷ്ണു രൂപങ്ങൾ, 3 വിസ്തരണങ്ങൾ പറഞ്ഞു. കാരണോദകശായ വിഷ്ണു, ഗർഭോദകാശ വിഷ്ണു, ക്ഷീരോദകാശ വിഷ്ണു. അതെ. പിന്നെ
ദേവന്മാരെ ആരാധിക്കുന്നവർ മൂഢന്മാരാണെന്ന് പറഞ്ഞു. ആ, ദേവന്മാരെ ആരാധിക്കുന്നവര് മൂഢന്മാരാണെന്ന് പറഞ്ഞു. അതിന്റെ കാരണം പറഞ്ഞു ഭഗവാൻ അല്ലെ? അല്ലെങ്കിൽ ഇന്നലെ അവരുടെ അനുഗ്രഹം ക്ഷണി- തുച്ഛവും ക്ഷണികവുമാണ് ദേവന്മാർ. ദേവന്മാരെ ആരാധിച്ച് എവിടേക്ക് പോകാൻ പറ്റുള്ളൂ? ദേവന്മാരുടെ ലോകത്തേക്കേ പോകാൻ പറ്റുള്ളൂ. മാതാജി എനിക്കൊരു സംശയം. ദേവന്മാരെ ഭജിക്കുന്നവർ മൂഢന്മാര് എന്ന് പറയുമ്പോ അത് കുറച്ച് കടുത്തുപോയില്ലേ എന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നില്ല ക്ലാസ്സില്? നമ്മൾ ഇന്നലെ അത് ക്ലിയർ ആക്കിയില്ലേ? ചെയ്തു മാതാജി, മാതാജി ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? മാതാജി 6:30 ക്ലാസ്സിനാണ് ഞാൻ ഇരുന്നതേ. ആ, അതുകൊണ്ടാണ് ക്ലിയർ ആവാഞ്ഞത്. 3 മണിക്ക് കയറിണെങ്കിൽ ഫുള്ള് ക്ലിയർ ആയേനായിരുന്നു ഇവിടെ അല്ലെ? എന്തുകൊണ്ടാ മൂഢന്മാരെന്ന് പറഞ്ഞു? ഇവര് തന്നെ പറയും ആൻസർ. എന്തുകൊണ്ടാ പറഞ്ഞത്? ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മാതാജി. എന്ത്? ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം പറഞ്ഞ മാതാജി ഉൾക്കൊള്ളും. കാരണം പറഞ്ഞ എന്തുകൊണ്ടാണ്? നമ്മള് 14 ലോകത്തിൽ നമ്മള് 7ാമത്തെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 5ാമത്തെ ലോകത്തിലാണ് ദേവന്മാരുള്ളത്. മാതാജിക്ക് മനസ്സിലാവാൻ വേണ്ടി പറയണത്. ഒരാൾ പറയാവോ? അല്ലെങ്കിൽ കേൾക്കില്ലല്ലോ. ഒരാൾ പറഞ്ഞോളൂ. അംബിക മാതാജി മിനിട്ട. മാതാജി പറഞ്ഞ ഒന്നും കേൾക്കണില്ല. പറയാവോ? 7ാമത്തെ ദേവന്മാര് താമസിക്കുന്നത് 5ാമത്തെ ലോകം. പറഞ്ഞോളൂ. 5ാമത്തെ ലോകത്തിലാണ് ദേവന്മാര്. നമ്മള് എത്തേണ്ടത് ഒരുപാടില്ല. ആ ഒരു ഇതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആ ഭൗതിക ലോകത്തിൽ തന്നെ കിടന്ന് കറങ്ങുകയാണ്. നമ്മൾ ചെയ്യുന്ന പാപങ്ങളും പുണ്യങ്ങളായാലും ഭൗതിക ലോകത്തിലാണ് ഇരിക്കുന്നത്. അപ്പോ ഭൂലോകത്തിന്ന് നമുക്ക് സ്വർഗലോകം വരെ പോകാൻ പറ്റുന്നുള്ളൂ. വൈകുണ്ഠത്തിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം. അതായത് അതെ, അത് തന്നെയാണ് ആൻസർ. മാതാജിക്ക് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് നമ്മളിവിടെ ഈ ഭൂലോകം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൗതിക ലോകത്തിൽ തന്നെയാണ്. ഭൂമി ഉള്ളത് ഭൗതിക ലോകത്തിലാണ്. ദേവന്മാരുടെ ലോകം എവിടെ തന്നെയാണ്? ഭൗതിക ലോകത്തിൽ തന്നെയാണ്. 3 ലോകങ്ങൾ നമ്മൾ പറയാ. ഒന്ന് നമ്മുടെ ഭൗതിക ലോകം, അതിന്റെ മുകളില് ആത്മീയ ലോകങ്ങള്, അതായത് വൈകുണ്ഠ ലോകങ്ങളും ഉണ്ട്, അതിന്റെ മുകളില് ഗോലോക വൃന്ദാവനം ഉണ്ട്. നമുക്ക് പോകേണ്ടത് എവിടേക്കാണ്? ഭഗവാന്റെ അടുത്തേക്ക്, ഭഗവാന്റെ ലോകത്തേക്കാണല്ലോ എല്ലാവർക്കും പോകേണ്ടത്. അതിന് സംശയമില്ല എല്ലാവർക്കും. മാതാജിക്കും സംശയമില്ലല്ലോ. ഭഗവാന്റെ അടുത്തേക്ക് പോകണം. അപ്പൊ നമ്മള് ഈ ദേവന്മാരെ നമ്മൾ ആരാധിക്കുമ്പോ അവർക്ക് നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത് അവരെ ലോകത്തേക്ക് നമ്മൾ പോകാം. നമ്മൾ ദേവന്മാരെ ആരാധിച്ചാൽ ദേവന്മാരുടെ ലോകത്ത് പോകും, ഭഗവാൻ ആരാധിച്ചാൽ ഭഗവാന്റെ ലോകത്ത് പോകും. അപ്പൊ നമ്മള് ദേവന്മാരെ ആരാധിച്ചും ദേവന്മാരുടെ ലോകം എവിടെയാ വന്ന് നിൽക്കുന്നത്? ഈ ഭൗതിക ലോകത്തിലാണ് വന്ന് നിൽക്കുന്നത്. ഭൗതിക ലോകത്തിൽ 27, 14 ലോകങ്ങളില് 5ാമത്തെ ലോകമാണ് ദേവന്മാരുടെ ലോകം, 7ാമത്തെ ലോകമാണ് നമ്മുടെ ഭൂലോകം. അപ്പൊ നമ്മള് ദേവന്മാരെ ആരാധിക്കുമ്പോ നമ്മള് 7ാമത്തെ ലോകത്തിലിരിക്കുന്ന നമ്മള് എവിടേക്കേ പോകുള്ളൂ? 5ാമത്തെ ലോകത്തിലേ പോകുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ മാതാജിക്ക്? ഹരേ കൃഷ്ണ. മനസ്സിലാകുന്നു മാതാജി. ഓക്കെ. അപ്പൊ നമ്മള് 7ാമത്തെ ലോകത്തിൽ നിന്ന് 5ാമത്തെ ലോകത്തിലേ പോകുള്ളൂ. അപ്പോ ഈ 7ാമത്തെ ലോകത്തിൽ നിന്ന് 5ാമത്തെ ലോകത്തിൽ പോയാലും നമ്മൾ എവിടേക്ക് എത്തില്ല? ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നില്ല നമ്മള്. 5ാമത്തെ ലോകത്തിൽ നമ്മൾ അവരോട് കുറെ പറയുമ്പോ അവര് നമ്മൾ 5ാമത്തെ ലോകത്തിൽ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 7ാമത്തെ ലോകത്തിൽ വരും. പക്ഷെ നമ്മൾ ഒട്ടും നമ്മൾ എവിടേക്ക് എത്തില്ല? അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് എത്തില്ല. ഭഗവാൻ ആരാധിച്ചാലാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നത് നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഭഗവാൻ ആരാധിച്ചാൽ നമുക്ക് ഈ ഭൗതിക ലോകത്ത് നിന്ന് പുറത്തേക്ക് പോകണം. എന്നാലല്ലേ ഭഗവാന്റെ ലോകത്ത് പോകാൻ പറ്റുള്ളൂ. ഈ ഭൗതിക ലോകത്ത് നിന്ന് പുറത്തു പോകണമെങ്കിൽ നമ്മൾ ആരെ തന്നെ ആരാധിക്കണം? ഭഗവാനെ തന്നെ ആരാധിക്കണം. അതുകൊണ്ടാണ് മൂഢന്മാരെന്ന് പറയാൻ കാരണം. ദേവന്മാരെ ആരാധിച്ചാല് ദേവന്മാരുടെ ലോകത്ത് പോകും, ഭഗവാൻ ആരാധിച്ചാല് ഭഗവാന്റെ ലോകത്ത് പോകും. ഭഗവാന്റെ ലോകം എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിന് പുറത്താണ്. ദേവന്മാരുടെ ലോകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ? ഭൗതിക ലോകത്തിന്റെ അടുത്ത്, ഭൗതിക ലോകത്തിൽ തന്നെയാണ് ദേവന്മാരുടെ ലോകം വരുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം ദേവന്മാരെ ആരാധിക്കേണ്ടെന്നല്ല.
മൂഢന്മാരെന്ന് പറയാൻ കാരണം നമുക്ക് പോകേണ്ടത് ഭഗവാന്റെ അടുത്തേക്കാണ്. എന്നിട്ട് നമ്മൾ ദേവന്മാരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ മൂഢന്മാരാന്ന് പറയുന്നു. പക്ഷെ ആ ദേവന്മാരെ ആരാധിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോ എവിടെ വന്നിരിക്കുന്നത്, ഇവിടെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ നമുക്ക്. നമ്മൾ അവരെ ആരാധിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോ എന്ത് വന്നത്, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദേവന്മാരെ നമ്മൾ ആരാധിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് ഭൗതികമായ സുഖങ്ങൾ നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ്, ഭഗവാൻ എന്താ പറയാ നിയമിച്ചിട്ടുള്ളതാണ് ഈ ദേവന്മാരെ. ഈ ഭൗതിക ലോകത്ത് നമുക്ക് ഈ ഭൗതികമായ സുഖ സൗകര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ നിയമിച്ചിട്ടുള്ളതാണ് ഈ ദേവന്മാര്. അപ്പൊ നമ്മൾ അവരോട് ഈ ഭൗതികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരോട് പ്രാർത്ഥിക്കരുത്. നമുക്ക് എന്ത് പ്രാർത്ഥിക്കാം? ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അവരോട് പറയാം, എനിക്ക് ഭക്തി വേണം, ഭക്തിക്ക് വേണ്ടിയിട്ട് എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി പറയാം. അവരും ആരാണ്? ഭഗവാന്റെ തന്നെ ഭക്തന്മാരാണ് അവരെല്ലാവരും. ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ ഭക്തന്മാരാണ്. എപ്പോഴും ഭഗവാൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവരും. അവരോട് പറയാം അവരെ പോലെ തന്നെ നമ്മളെയും എന്താക്കാനായിട്ട്? ഭഗവാന്റെ ഭക്തനാക്കാനായിട്ട്. അപ്പോ നമ്മൾ എന്തായി അവിടെ? നമ്മള് ഭഗവാനെ ആരാധിക്കും. നമുക്കറിയാം ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ആരാണ്? ഭഗവാനാണ്. പക്ഷെ നമുക്കിവിടെ ഭൗതിക ലോകത്തിൽ നമ്മളെ നോക്കുന്നത് ആരാണ്? ഇവരാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെ നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷെ ആരാണ് മെയിൻ? നമ്മളിപ്പോ പ്രധാനമന്ത്രിയെ നമ്മൾ എപ്പോഴും കാണില്ല, മറ്റുള്ള മന്ത്രിമാരെയാണ് കാണുന്നത്. അപ്പൊ അവരെ കണ്ടാൽ നമ്മൾ തിരിഞ്ഞു നടക്കോ? പ്രധാനമന്ത്രിയെ മാത്രം ഞാൻ നോക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അവരെ നമ്മൾ മൈൻഡ് ചെയ്യും. പക്ഷെ പ്രധാനമന്ത്രിക്ക് പ്രത്യേക റെസ്പെക്ട് കൊടുക്കും നമ്മള്. ഇപ്പൊ ക്ലിയർ ആയോ മാതാജിക്ക്? ക്ലിയർ ആയി. ഭഗവാൻ ഭാഗവതത്തിലും പറഞ്ഞിട്ടുണ്ട്, ദേവന്മാരെ ആരാധിക്കുന്നത് എന്റെ ആരാധന തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിലെ ദേവന്മാരെ ആരാധിക്കുന്നത് ഭഗവാന്റെ ആരാധന എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഭഗവാൻ ആരാണ്, ദേവന്മാർ ആരാണ്? ഭഗവാനെ ആരാധിക്കുന്നത് ദേവന്മാരെ ആരാധിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് മാതാജി. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ എന്താ നമ്മൾ അവരെ ആരാധിക്കുന്നതിന് നമ്മുടെ ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ ആരാധിക്കുന്നത്, ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ അവരോട് എന്താ ചോദിക്കുന്നത്? നമുക്ക് കുറെ സമ്പത്ത് ഉണ്ടാവാനും നമ്മളെ ദുഃഖം മാറ്റിത്തരാൻ, ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മളെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും നമ്മൾ ഈ ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ. ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ദേവന്മാരെ ആരാധിക്കുന്നത്, അല്ലേ? പക്ഷെ അത് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ തന്നെ ഇരിക്കുള്ളൂ? ഇവിടെ തന്നെ ഇരിക്കുള്ളൂ. ഭഗവാനെ ആരാധിച്ചാൽ എല്ലാം കിട്ടും. ഭഗവാൻ ആരാധിച്ചാൽ എല്ലാം കിട്ടും. പക്ഷെ ഇവരെ നമുക്ക് ആരാധിക്കാം എന്തിനു വേണ്ടിയിട്ട്? ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവര് സഹായിക്കും നമ്മളെ. ഭൗതിക സുഖങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് എന്ത് മതി? ഭക്തി മതി എന്ന് പറയവരോട്. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഭക്തി തന്നാ മതി എന്ന് പറയാം. അത് പറയാം നമുക്ക് അവരോട്. ഭഗവാനും ദേവന്മാരും ഒരിക്കലും ഒന്നല്ല. മാതാജി, ഒരു സംശയം. ഏത് അമ്പലത്തിൽ ചെന്നാലും ഒരു ദേവനല്ലല്ലോ, ഉപദൈവങ്ങൾ ഒരുപാട് പേര് കാണും, കൂടുതൽ പേര് കാണും. നമ്മൾ അതൊന്നും നോക്കണ്ട മാതാജി. നമ്മൾ ഇതുവരെ നമുക്ക് മനസ്സിലായതനുസരിച്ച് അമ്പലങ്ങൾ എന്തിനാ ഉള്ളത്? അമ്പലങ്ങളും കൂടി ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും അറിയില്ല. ഭഗവാൻ ഉണ്ടെന്ന് പോലും നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ അല്ലേ? അറിയോ? നമുക്ക് വല്ല അറിവുണ്ടോ? നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നില്ലല്ലോ. അമ്പലം ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്താ അറിയുന്നത്? അറ്റ്ലീസ്റ്റ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അമ്പലം ഇല്ലെങ്കിലോ? ഒരു വിഗ്രഹം ഇല്ല, നമ്മൾ ഭഗവാനെ കാണുന്നില്ല. വിഗ്രഹ രൂപത്തിൽ ഭഗവാൻ എന്തിനിരിക്കുന്നത്? നമ്മളെ പോലുള്ളവർക്ക് ഭഗവാനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വിഗ്രഹ രൂപത്തിൽ. അതും കൂടി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഭക്തി എന്ന് പറയുന്ന പോലെ നമുക്ക് ഒന്നും ഇല്ലല്ലോ, ഒന്നും ചിന്തിക്കുന്നുണ്ടാവും. നമ്മള് അമ്പലം ഉള്ളത് കൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോവുകയെങ്കിലും ചെയ്യും, അല്ലെ? അപ്പൊ അവിടെ ഉപദൈവങ്ങൾ അതൊക്കെ നമ്മൾ നോക്കണ്ട. നമ്മൾ എന്ത് മനസ്സിലാക്കുക? ഓരോ അമ്പലങ്ങളും അവിടെ എവിടെ ചെന്നാലും ഏത് ദേവന്മാരായാലും ഇതൊക്കെ നമ്മളെ പറഞ്ഞല്ലേ, മെയിൻ ദേവത ഇതാണ്, ഉപദേവത. ആ അമ്പലത്തിന്റെ ഓരോത്തിന്റെ പ്രതിഷ്ഠ അനുസരിച്ച് നമ്മളത് പറയുന്നത്. പക്ഷെ നമുക്കിപ്പോ കാര്യം മനസ്സിലായി കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഭഗവാനാണ് മെയിൻ മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെ ഇപ്പൊ നമ്മൾ ഗണപതിയുടെ അടുത്ത് പോയാലും നമ്മൾ എന്ത് പറയണം? നമ്മൾ ഗണപതിനെ വണങ്ങണം. കാരണം നമ്മൾ അവരെക്കാൾ മുകളിലുള്ളവരല്ല. ഗണപതിനെ നമ്മൾ വണങ്ങണം. പക്ഷെ പറയുമ്പോ എന്ത് പറയണം? എന്റെ ഭക്തിയിലെ പറയണം. അതെ, ബുദ്ധി തരണം. എന്തിന്? എനിക്ക് ഭക്തിയിലുള്ള തടസ്സങ്ങൾ മാറ്റിത്തരാനായിട്ട്. അത് പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ആരോട് പറഞ്ഞാലും അവര് വേഗം അത് ചെയ്തു കൊടുക്കും. അതാണ്.
നമ്മൾ ഇത്ര നാള് വിചാരിച്ചത് സ്വർഗലോകം എന്ന് പറയുമ്പം ഭഗവാന്റെ ലോകമാണെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ സ്വർഗത്തിലേക്കല്ല പോകേണ്ടത്, ഭഗവാന്റെ ലോകത്തിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത് ഇപ്പോഴാണ്. ഭഗവാന്റെ ലോകത്തിന് എന്താന്നാ പറയണത് അങ്ങനെ പേര്? രണ്ട് നാരായണന്മാര്, ഭഗവാന്റെ കുറെ രൂപവിസ്തരണങ്ങൾ ഉണ്ടല്ലോ, ഭഗവാന്റെ കുറെ അവതാരങ്ങളുണ്ട്. അവരെല്ലാവരും ഇരിക്കും നാരായണ രൂപത്തിൽ. അതായത് ചതുർഭുജ രൂപം ഉണ്ടല്ലോ, ശംഖ് ചക്ര ഗദാ പത്മത്തില് ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും ഇരിക്കുന്നത് വൈകുണ്ഠ ലോകത്തിലാണ്. വൈകുണ്ഠ ലോകത്തിലാണ് എല്ലാവരും. നമ്മൾ ഇന്നലെ കണ്ടില്ലേ ഗോലോക ചാട്ടില് ആ മഞ്ഞ, അത് വൈകുണ്ഠ ലോകങ്ങളില് ഭഗവാന്റെ അവതാരങ്ങൾ ഇരിക്കുന്നത്. അതിന്റെ മുകളിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത്. അതിൽ തന്നെ വല്ല വൈകുണ്ഠത്തിൽ തന്നെ? വൈകുണ്ഠത്തിലല്ല, അതിന്റെ മുകളില് ഗോലോക ദളം കാണിച്ചിട്ടില്ലേ, അതിലാണ് ഭഗവാനും രാധാറാണിയും അവിടെയാണ് ഇരിക്കുന്നത്, ഗോലോക വൃന്ദാവനത്തിൽ. ഭഗവാൻ ഗോലോക വൃന്ദാവൻ. അപ്പൊ ഭഗവാന്റെ ലോകം ഗോലോക വൃന്ദാവനാണ്. വൈകുണ്ഠ ലോകം വിഷ്ണു ഇരിക്കുന്നതാണ് എവിടെ? വൈകുണ്ഠത്തിൽ. നാരായണ രൂപത്തിൽ, അതായത് ഭഗവാൻ നാരായണ രൂപത്തിൽ ഇരിക്കുന്നത് വൈകുണ്ഠത്തിലും ശ്രീകൃഷ്ണൻ ഇരിക്കുന്നതും ഗോലോകത്തിലും. രണ്ട് വ്യത്യാസം അതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോലോകത്തിലും വിഷ്ണുമൂർത്തികൾ ഇരിക്കുന്നത് വൈകുണ്ഠത്തിലും. അപ്പൊ കൃഷ്ണന്റേന്ന് വരുന്ന അവതാരാണ് ആര്? വിഷ്ണു. കൃഷ്ണന്റെ രൂപവിസ്തരണമാണ് വിഷ്ണു. മെയിൻ കൃഷ്ണൻ പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണന്റെ ആണ് എല്ലാ അവതാരങ്ങളും. ഭഗവാൻ കൃഷ്ണനിൽ നിന്നാണ് എല്ലാ അവതാരങ്ങളും വരുന്നത്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ അവതാരി എന്ന് പറയും. ഭഗവാൻ കൃഷ്ണൻ ഒന്നും ചെയ്യാതെ ഓടക്കോളിലും വായിച്ച് ഗോലോക വൃന്ദാവനത്തിൽ ഇരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നത് ഈ പറഞ്ഞവരാണ് ഒക്കെ ചെയ്തു പോകുന്നത്. ഭഗവാൻ അവിടെ സച്ചിദാനന്ദനായിട്ട് രാധാറാണിയും സഖിമാരുമായിട്ട് ഭഗവാൻ എപ്പോഴും ആനന്ദത്തിലാണ് അവിടെ. ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മൾ എപ്പോഴെങ്കിലും വല്ല ദേഷ്യത്തിലോ വിഷമത്തിലോ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഭഗവാൻ എപ്പോഴും സച്ചിദാനന്ദനാണ്. ഭഗവാൻ ഇങ്ങനെ നമ്മളിപ്പം വരെ പഠിച്ചിട്ടുള്ളത് വിഷ്ണുവിന്റെ അവതാരമാണ് കൃഷ്ണൻ എന്ന്. ഇപ്പൊ കൃഷ്ണന്റെ അവതാര ആണ് വിഷ്ണു എന്ന് പറയുന്നത്. കൃഷ്ണന്റെ അവതാരാണ് വിഷ്ണുവിന്റെ അവതാരാണ് കൃഷ്ണൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഒന്നിനുമില്ല മാതാജി. മാതാജി ദശാവതാരത്തില് പറയുന്നുണ്ടല്ലോ, മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹ. അങ്ങനെയല്ല പറയണത്. ദശാവതാരത്തിൽ പറഞ്ഞ ഭഗവാൻ സ്വയം കൃഷ്ണനായിട്ട് വന്നു എന്നാ പറയണത്. പക്ഷെ നമ്മളപ്പോ എന്ത് വിചാരിച്ചു? ഭഗവാന്റെ അവതാരം കൃഷ്ണനും ഒരു അവതാരാണെന്ന് വിചാരിച്ചു. പക്ഷെ അതില് ഈ ജയദേവ കവികള് 10 അവതാരത്തെ കുറിച്ച് അതിൽ പറയുന്നുള്ളൂ. 10 അവതാരം അഷ്ടപതിയില് ഞാൻ കേട്ടിട്ടുണ്ട് 10 അവതാരത്തെ കുറിച്ച്. ഞാനിവിടെ നമ്മളിവിടെ വായിച്ചില്ലേ അവതാരങ്ങളെ കുറിച്ച്? നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ക്ലാസ്സിൽ വായിച്ചു ഇല്ലേ? അവതാരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ജയദേവ കവികള് ഭഗവാന്റെ അവതാരത്തെ കുറിച്ച് വർണ്ണിക്കാൻ പറഞ്ഞപ്പോ ജയദേവ കവികൾക്ക് ഇഷ്ടമുള്ള ഒരു 10 അവതാരത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നമ്മളോട് പറഞ്ഞ നമുക്ക് ഇഷ്ടമുള്ള ഒരു 10 എടുത്താൽ മുന്നിൽ വരുന്നവര് ചിലപ്പോ എന്ത് വിചാരിക്കും? ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അതിന്റെ അർത്ഥം അതല്ല. പിന്നെ അതില് ഒരു അവതാരം കൃഷ്ണനായിട്ട് വരുന്നു എന്ന് പറഞ്ഞ ഭഗവാൻ കൃഷ്ണൻ സ്വയം അവതരിക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് വിചാരിച്ചു? ഭഗവാൻ കൃഷ്ണൻ ഒരു അവതാരം. പക്ഷെ സ്വയം എന്നൊരു വേർഡും കൂടി അവിടെ ഉണ്ട്. സ്വയം ഞാൻ വന്നു എന്നാ പറയുന്നത്. സ്വയം ഞാൻ വരാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാനാണ് മെയിൻ ആയിട്ടുള്ള ആളെന്നല്ല അർത്ഥം. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടതുകൊണ്ട് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണനിൽ നിന്നാണ് ഈ പറഞ്ഞ നമ്മൾ കുറച്ചും കൂടി പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഫുള്ള് പറഞ്ഞു തരാം. കാരണം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അറിയല നമ്മളിപ്പോ, കാരണം എല്ലാം കൂടി പഠിക്കുമ്പോ. അപ്പൊ അതിന്റെ കൂടെ ഇനി ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു വരുമ്പോ നമുക്ക് ആകെ സംശയവും. കാരണം നമ്മള് കുറെ പഠിച്ചു വെച്ച കാര്യങ്ങൾ മാറ്റി ചിന്തിക്കാണ് കൂടെ, അല്ലെ? അപ്പൊ തന്നെ നമുക്ക് പ്രശ്നമാണ്, സംശയമാണ്. അപ്പൊ അതിന്റെ കൂടെ എല്ലാം കൂടി പറയുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ. നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഒക്കെ മനസ്സിലാക്കി തരാം ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച്. ഇപ്പൊ ദേവന്മാരെ സംശയം ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അവരെ മാനിക്കണം, നമ്മള് അവരെ ആരാധിക്കേണ്ടെന്നല്ല പറയുന്നത്. ദേവന്മാരെ ആരാധിക്കുന്നത് മൂഢന്മാരാണെന്ന് പറയാൻ കാരണം, ഇപ്പൊ നമ്മള് എന്താ പറയാ, കേരളത്തിൽ ഇപ്പൊ നമ്മൊരു സ്ഥലം തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിട്ട് നമ്മൾ തൃശ്ശൂർക്ക് ടിക്കറ്റ് എടുത്താൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ദേവന്മാരെ ആരാധിക്കുന്നവര് മൂഢന്മാരാണെന്ന് പറയാനായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ആള് തൃശ്ശൂർക്ക് ടിക്കറ്റ് എടുത്തവര് മൂഢനാണല്ലോ. അതാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. കാരണം അവർക്ക് പോകേണ്ട തിരുവനന്തപുരത്തേക്കാണെങ്കിൽ അവരെന്ത് ചെയ്യണം? തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ തന്നെ കയറണം. തൃശ്ശൂർക്കുള്ള ബസ്സിൽ കയറിയാൽ തൃശ്ശൂർ ഇറങ്ങുള്ളൂ. അപ്പൊ അതാണ് മൂഢന്മാരെന്ന് പറയാൻ കാരണം. കാരണം ഭഗവാന്റെ ലോകത്തേക്ക് പോകണമെങ്കിൽ ദേവന്മാരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആരോട് തന്നെ പറയണം? ഭഗവാനോട് തന്നെ പറയണം. അതാണ് മൂഢന്മാരെന്ന് പറയാൻ കാരണം. ഇപ്പൊ ക്ലിയർ ആയോ മാതാജിക്ക്? ഇപ്പൊ 3 മണിയുടെ ക്ലാസ്സിൽ കയറേണ്ട ഗുണം കണ്ടോ? അതാണ് 3 മണിയുടെ ക്ലാസ്സിന്റെ ഗുണം, അല്ലേ? ഹരേ കൃഷ്ണ. ഇവിടെ നല്ലത് മുഴുവനും ക്ലിയർ ആക്കിയിട്ടാ നമ്മൾ പോയത്. അപ്പൊ മാതാജി കാരണം ഒന്നും കൂടി എല്ലാവർക്കും പറഞ്ഞത് മാത്രം. അപ്പൊ നമ്മള് എന്താ പറഞ്ഞു വന്നത്? അപ്പൊ നമ്മള് ഇന്ന് അവതാരങ്ങൾ
പരമപ്രാപ്തി. പരമപദപ്രാപ്തി. അപ്പൊ ഇന്നലത്തെ അധ്യായം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, സംശയങ്ങളൊക്കെ തീർന്നു. അപ്പൊ ഭഗവാനെ ആരാധിക്കുക, ദേവന്മാരെ ആരാധിക്കേണ്ടെന്ന് നമ്മൾ ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ചെയ്യുന്ന രീതി നമ്മൾ മാറ്റുന്നത് മാത്രം, അല്ലേ? എല്ലാവർക്കും അത് നമ്മൾ ഇത്ര ആലോചിക്കുക, നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ആ സ്ഥലത്തേക്കുള്ള ബസ്സിൽ തന്നെ കയറണം, വേറെ സ്ഥലത്തുള്ള ബസ്സിൽ കയറി അവിടേക്കേ പോകാൻ പറ്റുള്ളൂ. അതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അത്ര എളുപ്പത്തിൽ നമുക്ക് ക്ലിയർ ആയി സബ്ജക്റ്റ്, അല്ലേ? പിന്നെ നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോകാം. ഇന്നലത്തെ ചെയ്തു എല്ലാവരും? ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയ എല്ലാവർക്കും? ചെയ്തു പറ്റുന്നുണ്ട് അല്ലേ? ക്ലാസ് കേൾക്കാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് രീതി മാറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഞാൻ ശരിക്കും 3 മണിക്കത്തെ ക്ലാസ് കയറിയില്ല, രാത്രി 8:30ക്കാ കയറിയത്. പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ആദ്യം തന്നെ ചെയ്തു, എനിക്ക് അറിയാൻ പറ്റി. 2 എണ്ണം ഇങ്ങനെ ആലോചിച്ചപ്പോ കിട്ടിയത്. അപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് വരുന്നത്. എന്നാലും കുറച്ചും കൂടി സിമ്പിൾ എന്നുള്ളത് കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി ക്ലാസ് കേട്ട് വരല്ല. അപ്പൊ അതിനനുസരിച്ച് കുറേശ്ശെ ആ ലെവലൊന്ന് മാറ്റിയിട്ടൊന്ന് മാത്രം ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ ശ്രദ്ധിക്കണം, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ചെയ്തത് കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിന്ന് അടുത്ത അധ്യായത്തിലേക്ക് പോകാം. അധ്യായം 8, പരമപദപ്രാപ്തി. പരമപദപ്രാപ്തി അധ്യായം 8. അചഞ്ചലമായ ഭക്തിയോടെ എന്നെ ഭജിക്കുന്നവൻ ത്രിഗുണങ്ങളെ മറികടന്ന് ബ്രഹ്മഭാവത്തെ പ്രാപിക്കാൻ യോഗ്യനാകുന്നു. അപ്പൊ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ എങ്ങനെ സാധിക്കുള്ളൂ? ഭക്തിയോടെ മാത്രമേ സാധിക്കുള്ളൂ. ഭക്തി ഇല്ലാതെ നമുക്ക് എന്ത് സാധിക്കില്ല? ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കില്ല. ആ ഭക്തിയോടെ ഭഗവാനെ പ്രാപിക്കുകയാണെങ്കിൽ ത്രിഗുണങ്ങളെ മറികടന്ന് ഭഗവാനെ പ്രാപിക്കാനുള്ള യോഗ്യത നേടും. നമുക്ക് ത്രിഗുണങ്ങളെ മറികടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭഗവാനെ ശരണാഗതി പ്രാപിച്ചാലാണ് നമുക്ക് സാധിക്കുന്നത്. ഇന്നലെ ലാസ്റ്റത്തെ ശ്ലോകത്തില് അർജുനനോട് ഭഗവാൻ പറയുന്നത് എന്തായിരുന്നു? സാധിഭൂതാദി ദൈവമാം സാധി യജ്ഞം ചെയ്യേ വിതുഹു പ്രയാണകാലേ പീച്ചമാം തേവിതുർ യുക്ത ചേതസഹ. എന്നെ അറിയുക, എപ്പോഴും എന്നെ കുറിച്ചുള്ള ബോധം പുലർത്തുകയും ചെയ്യുന്നവൻ ഭൗതിക പ്രപഞ്ചങ്ങളുടെയും ദേവന്മാരുടെയും സർവ്വയജ്ഞങ്ങളുടെയും നിയന്താവാണ് ഭഗവാൻ എന്നറിയുന്നവൻ മരണസമയത്ത് പോലും എന്നെ സ്മരിക്കുമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ ഭഗവാനെ ശരിയായ രീതിയിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നവർക്ക് മരണസമയത്ത് പോലും എന്ത് സാധിക്കും? ഭഗവാനെ കുറിച്ച് ഓർക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഇന്നലെ ലാസ്റ്റ് ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അവിടെ നിന്നാണ് അർജുനന് ഈ സംശയം ചോദിക്കാണ് ഭഗവാന്റെ അടുത്ത്. എന്താണ് ചോദിക്കുന്നത്? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച കിം തത് ബ്രഹ്മ കിമധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അതിഭൂതം ച കിം പ്രോക്ത അതിദൈവം കിമുച്യതേ. അർജുനൻ ചോദിച്ചു, ഹേ പുരുഷോത്തമ. അർജുനൻ ഭഗവാനെ വിളിക്കുന്നത് പുരുഷോത്തമ എന്നാണ് ഇവിടെ വിളിക്കുന്നത്. എന്താണ് ബ്രഹ്മം? ആത്മാവെന്നാൽ എന്ത്? ഫലോദിഷ്ട കർമ്മം എന്നാൽ എന്ത്? ഭൗതിക പ്രപഞ്ചമെന്നും ദേവന്മാരെന്നും പറയപ്പെടുന്നത് എന്താണ്? ഇവിടെ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാന്റെ അടുത്ത്, ഹേ പുരുഷോത്തമ, എന്താണ് ബ്രഹ്മം? ബ്രഹ്മം എന്നാൽ എന്ത്? ആത്മാവെന്നാൽ എന്താണ്? ഈ ഫലോദിഷ്ട കർമ്മമെന്നും ഭൗതിക പ്രപഞ്ചമെന്നും ദേവന്മാരെന്നും പറയപ്പെടുന്നത് എന്താണ്? അർജുനന് ഭഗവാനെ പുരുഷോത്തമ എന്ന് വിളിക്കാൻ കാരണം അർജുനൻ സാധാരണ ഒരു വ്യക്തിയോടോ ഒരു ആളോടല്ല അത് ചോദിക്കുന്നത്. ആധികാരികമായിട്ട് അർജുനന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ സാധിക്കുന്ന ആ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനോടാണ് ആര് ചോദിക്കുന്നത്? അർജുനനോട് ചോദിക്കുന്നത്. എന്തൊക്കെ ചോദിക്കുന്നത്? ബ്രഹ്മം എന്നാൽ എന്ത്? ആത്മാവെന്നാൽ എന്ത്? ഫലോദിഷ്ട കർമ്മം എന്നാൽ എന്ത്? ഈ ഭൗതിക പ്രപഞ്ചമെന്നും ദേവന്മാരെന്നും പറയപ്പെടുന്നത് എന്താണ് എന്നാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. ഇനി അടുത്തതിൽ ചോദിക്കുന്നത് അതിയജ്ഞകഥം ഗോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയതാത്മഭിഹി. മധുസൂദന, ആരാണ് യജ്ഞദേവത? ഈ ശരീരത്തിൽ അദ്ദേഹം എങ്ങനെ കുടികൊള്ളുന്നു? ഭക്തിയുടെ സേവന നിരതരായവർക്ക് മരണവേളയിൽ അങ്ങയെ എങ്ങനെ അറിയാൻ കഴിയും? ഇവിടെ അടുത്ത് ചോദിക്കുന്നത് യജ്ഞദേവത ആരാണ്? പറയുന്നത് മധുസൂദന, യജ്ഞദേവത ആരാണ്? ഈ ശരീരത്തിൽ അദ്ദേഹം എങ്ങനെയാണ് കുടികൊള്ളുന്നത്? ഭക്തിയുടെ സേവനത്തിന് നിരതരായിരിക്കുന്നവർക്ക് മരണവേളയിൽ അങ്ങയെ എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? അപ്പൊ യജ്ഞദേവത ആരാണ്? ഭക്തിയുടെ സേവന നിരതരായവർക്ക് മരണവേളയിൽ അങ്ങയെ എങ്ങനെ അറിയാനായിട്ട് സാധിക്കും? ഈ ശരീരത്തിൽ അദ്ദേഹം എങ്ങനെയാണ് കുടികൊള്ളുന്നത്? ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ആര് ചോദിക്കുന്നത്? അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. ഇനി ഭഗവാൻ അതിന് ഉത്തരം പറയാണ്. ശ്രീ ഭഗവാനുവാച അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോധ്യാത്മമുച്യതേ
ഭൂതഭാവോദ്ഭവകരോ വിസർഗ കർമ്മ സംചിത. ശ്രീ ഭഗവാൻ പറഞ്ഞു അവിനാശിയും അതീന്ദ്രിയനുമായ ആത്മാവാണ് ബ്രഹ്മം. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് അവിനാശിയും അതീന്ദ്രിയനുമായിട്ടുള്ള ആത്മാവിനെ എന്തെന്ന് പറയുന്നു? ബ്രഹ്മം എന്ന് പറയുന്നു. അപ്പൊ അവിനാശി, ഒരിക്കലും നശിക്കാത്ത അതീന്ദ്രിയനായിട്ടുള്ള ആത്മാവാണ് എന്ത്? ബ്രഹ്മം. അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്തിനാ പറയണത്? ആത്മാവിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഒരിക്കലും നശിക്കാത്ത ആത്മാവിനെ പറയുന്ന വേറൊരു പേരാണ് ആ ആത്മാവിന്റെ നമ്മൾ എന്ത് പറയുന്നു ഇവിടെ? ബ്രഹ്മം എന്ന് പറയുന്നത്. നമ്മൾ വേറൊരു ബ്രഹ്മം കൂടി പഠിച്ചു. ഓർമ്മയുണ്ട്? ഏത് ബ്രഹ്മാണ് പഠിച്ചത് ഒരെണ്ണം? ആദ്യത്തെ അധ്യായത്തിൽ ഫസ്റ്റ് ബ്രഹ്മൻ പരമാത്മ ഭഗവാൻ എന്ന് പറഞ്ഞിട്ടില്ലേ? ബ്രഹ്മൻ എന്ന് പറഞ്ഞത് എന്താണ്? പരമസത്യത്തിന്റെ 3 ഭാവങ്ങളിൽ നമ്മൾ ആദ്യം ഭഗവാന്റെ ബ്രഹ്മഭാവത്തില് ഭഗവാനെ പ്രാപിക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നത് ആത്മാവിനെ നമുക്ക് എന്ത് പറയുന്നു? ബ്രഹ്മം എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഈ ബ്രഹ്മത്തിന്റെ ശാശ്വത പ്രകൃതിയെ നമ്മൾ എന്ത് പറയുന്നു? ആധ്യാത്മം എന്ന് പറയും. അപ്പൊ ഒരിക്കലും നശിക്കാത്ത ആത്മാവാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിന്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ ശാശ്വത പ്രകൃതിയെ നമ്മൾ എന്ത് പറയുന്നു? അധ്യാത്മം എന്ന് പറയുന്നു. ബ്രഹ്മത്തിന്റെ ശാശ്വത പ്രകൃതിയാണ് എന്ത്? അധ്യാത്മം എന്ന് പറയുന്നത്. ഇനി ജീവാത്മാക്കളുടെ ഭൗതിക ശരീരത്തിന്റെ വികാസത്തിന് വേണ്ടുന്ന കർമ്മങ്ങളാണ് കാമ്യ കർമ്മങ്ങൾ. അപ്പൊ ഒരു ജീവാത്മാവ് അതിന്റെ ശരീരം വികസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളെ നമ്മൾ എന്ത് പറയാം? കർമ്മം എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരിക്കലും നശിക്കാത്ത ആത്മാവാണ് ബ്രഹ്മം. ബ്രഹ്മത്തിന്റെ ശാശ്വത പ്രകൃതി അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ സ്വഭാവത്തെ അധ്യാത്മം എന്ന് പറയുന്നു. പിന്നെ ജീവാത്മാക്കള് ആ ശരീരം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളെ കർമ്മം എന്ന് പറയുന്നു. ഇപ്പൊ 3 കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞു. ഒരിക്കലും നശിക്കാത്ത ആത്മാവിനെ ബ്രഹ്മം എന്ന് പറയുന്നു. ബ്രഹ്മത്തിന്റെ ശാശ്വത പ്രകൃതി അധ്യാത്മം എന്ന് പറയുന്നു. ജീവാത്മാക്കള് ആ ശരീരം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളെ കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നു, കർമ്മം എന്ന് പറയുന്നു. ഇത് 3 മനസ്സിലായോ? അപ്പൊ ബ്രഹ്മം, ഒരിക്കലും നശിക്കാത്ത ആത്മാവ് ബ്രഹ്മം, ബ്രഹ്മത്തിന്റെ ശാശ്വത പ്രകൃതി അധ്യാത്മം, അതായത് ബ്രഹ്മത്തിന്റെ സ്വഭാവം അതാണ് അധ്യാത്മം. ആ ജീവാത്മാവ് ശരീരം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങള് കർമ്മം എന്ന് പറയുന്നു. ഇനി അടുത്തതിൽ എന്താ പറയണത്? അതിഭൂതം ക്ഷരോഭാവ പുരുഷാതി ദൈവതം അതിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹാഭൃതാംബര. ഹേ ശരീരം കൈക്കൊണ്ടവരിൽ ശ്രേഷ്ഠനായവനെ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയാണ് അതിഭൂതം എന്ന് പറയുന്നത്. സൂര്യനെയും ചന്ദ്രനെയും ദേവന്മാരെയും ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ വിശ്വരൂപം അതിദൈവമെന്നും സകല ശരീരങ്ങളുടെയും ഹൃദയത്തിൽ വാണരുളുന്ന പരമാത്മാവായ ഭഗവാൻ അതിയജ്ഞൻ എന്നും അറിയപ്പെടുന്നു. പിന്നെ 3 അടുത്ത് പറയുന്നത് ശരീരം കൈക്കൊണ്ടവരിൽ ശ്രേഷ്ഠനായവനെ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയെ നമ്മൾ എന്ത് പറയുന്നു? അതിഭൂതം. അപ്പൊ ഭൗതിക പ്രകൃതിയാണ് എന്ത്? അതിഭൂതം എന്ന് പറയുന്നത്. ഭൗതിക പ്രകൃതിയെ അതിഭൂതം എന്ന് പറയുന്നത്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഭൗതിക പ്രപഞ്ചം, ഈ ഭൗതിക പ്രകൃതിയാണ് എന്ത്? അതിഭൂതം. ഇനി സൂര്യനെയും ചന്ദ്രനെയും ദേവന്മാരെയും ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ വിശ്വരൂപത്തെ അതിദൈവം എന്ന് പറയുന്നു. അപ്പൊ ഭഗവാന്റെ വിശ്വരൂപം, സൂര്യനും ചന്ദ്രനും മറ്റുള്ള ദേവന്മാരും ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ വിശ്വരൂപത്തെ അതിദൈവം എന്ന് പറയുന്നു. ഹരേഷ്ണ ശബ്ദം കേൾക്കുന്നു. അപ്പുറത്ത് ക്ലാസ് കിടക്കുന്ന ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കുറച്ച് പതുക്കെ ചാരിയിട്ടുണ്ട്. നമ്മുടെ ഭഗവാന് വേണ്ടി ഇത് ചെയ്യുന്നത് നമ്മുടെ വേണ്ടി നമ്മുടെ നിവേദ്യങ്ങൾ തയ്യാറാണ്. ഭഗവാന് വേണ്ടി നിവേദ്യങ്ങൾ തയ്യാറാക്കിയിട്ട് പ്രസാദാക്കുമ്പോൾ എന്താണ്? ഭഗവാന് വേണ്ടിയാണ് നമ്മുടെ ചിന്താഗത അവബോധം അതായിരിക്കും. ഹരേഷ്ണ അപ്പുറത്ത് ക്ലാസ് വേറെ നടക്കുന്നുണ്ട്, അതാണ്. ഇവിടെ എന്താ പറഞ്ഞത്? അതിഭൂതം, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയെ അതിഭൂതം എന്ന് പറയുന്നു. പിന്നെ സൂര്യനും ചന്ദ്രനും ദേവന്മാരും എല്ലാം ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ വിശ്വരൂപത്തെ നമ്മൾ എന്ത് പറയും? അതിദൈവം എന്ന് പറയുന്നു. ഭഗവാന്റെ വിശ്വരൂപം, എല്ലാ ദേവന്മാരും, സൂര്യനും ചന്ദ്രനും ഉൾക്കൊള്ളുന്ന എല്ലാ ദേവന്മാരും ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ വിശ്വരൂപമാണ് എന്ത്? അതിദൈവം എന്ന് പറയുന്നത്.
സകല ശരീരങ്ങളുടെയും ഹൃദയത്തിൽ വാണരുളുന്ന പരമാത്മാവായ ഭഗവാൻ അതിയജ്ഞൻ എന്നറിയപ്പെടുന്നു. അപ്പൊ ഭഗവാനെ നമ്മൾ എന്ത് പറയും? യജ്ഞൻ, അതിയജ്ഞൻ എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഭഗവാനെ തന്നെയാണ് അതിയജ്ഞൻ എന്ന് പറയുന്നത്. എല്ലാ ശരീരങ്ങളിലും ആരുണ്ട്? ഭഗവാൻ വാഴുന്നുണ്ട്. ആ ഭഗവാനെ അതിയജ്ഞൻ എന്നറിയപ്പെടുന്നു. ഇവിടെ പറയുന്നത് ഈ ഭൗതിക പ്രകൃതി, മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയെ അതിഭൂതം എന്ന് പറയുന്നു. ഭഗവാന്റെ വിശ്വരൂപത്തെ അതിദൈവം എന്ന് പറയുന്നു. പരമാത്മാവായ ഭഗവാനാണ് അതിയജ്ഞൻ എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? ഇപ്പൊ മൂന്നും, പ്രകൃതി, അതിഭൂതം, പിന്നെ വിശ്വരൂപം, ഭഗവാന്റെ വിശ്വരൂപം, അതിദൈവം, പരമാത്മാവായിട്ടുള്ള ഭഗവാൻ അതിയജ്ഞൻ എന്നും അറിയപ്പെടുന്നു. ക്ലിയർ ആയോ? ഇനി അടുത്തതിൽ എന്താ പറയണത്? അന്തകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളേവരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നവൻ എന്റെ ഭാവത്തെ ഉടൻ തന്നെ പ്രാപിക്കുമെന്നതിന് സംശയമില്ല. അപ്പൊ മരണസമയത്ത് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നവൻ ഭഗവാന്റെ ഭാവത്തെ ഉടൻ തന്നെ ഭഗവാനെ പ്രാപിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ആരാണോ മരണസമയത്ത് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വെടിയുന്നത്, ശരീരം ത്യജിക്കുന്നത്, അവർക്ക് എന്ത് സാധിക്കുന്ന പറയണത്? ഉടനെ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുമെന്ന്. അപ്പൊ നമുക്ക് മരണസമയത്ത് ഭഗവാനെ ഓർക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ? ഭഗവാന്റെ ഭാവത്തെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ചെയ്താലും നമ്മൾ എന്ത് വേണം? ആ സമയത്ത് നമുക്ക് ഭഗവാൻ ഓർക്കാൻ സാധിക്കണം. നമുക്ക് അടുത്ത സംശയം വരാം, അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ ഇപ്പൊ ചെയ്യുന്നത്, അപ്പൊ ചെയ്താൽ പോരെന്ന്, അല്ലേ? ഇപ്പോഴേ നമ്മൾ ഈ കഷ്ടപ്പെട്ട് നാമം ജപിച്ചതൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? നമുക്ക് ആ മരണ സമയത്ത് അത് ചെയ്താൽ പോരെന്ന് വിചാരിക്കും. കാരണം ഇപ്പൊ നമ്മൾ എത്ര ആ സമയത്ത് ഓർമ്മ വരില്ല. ഇപ്പൊ തുടങ്ങിയാലേ അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ചെയ്താലേ അപ്പോഴേക്കും ഓർമ്മ വരുള്ളൂ. അതെ, അല്ല നമ്മള് ഇപ്പോഴേ ചെയ്താലാണ് ആ സമയത്ത് നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ആ സമയത്ത് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ നമ്മളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മളെല്ലാവരും നമുക്ക് ആ സമയം എപ്പോ വരുമെന്ന് അറിയ പോലും ഇല്ല. അതെ, എപ്പോഴാണെന്ന് അറിയില്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളു അല്ലെ. എപ്പോഴാണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാ? പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കൃഷ്ണാവബോധത്തോടെ ദേഹത്യാഗം ചെയ്യുന്നവൻ ഉടനെ ഭഗവാന്റെ അതീന്ദ്രിയ ഭാവം കൈക്കൊള്ളുന്നു. അപ്പൊ കൃഷ്ണാവബോധത്തോടെ ഭഗവാന്റെ ഒരു അവബോധത്തോടെയാണ് നമ്മൾ ദേഹത്യാഗം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഭഗവാന്റെ അതീന്ദ്രിയമായ ഭാവം കൈക്കൊള്ളാനായിട്ട് സാധിക്കും. പരമപാവനനാണ് ഭഗവാൻ. തന്മൂലം നിരന്തരം കൃഷ്ണാവബോധത്തോടെ ഇരിക്കുന്നവരും പരമപാവനരാണ്. കൃഷ്ണ സ്മരണ എന്ന വാക്ക് സുപ്രധാനമാണ് ഇവിടെ. അവിടെ നമ്മള് ഭഗവാൻ പരമപാവനനാണ്. ഭഗവാന്റെ ഭക്തന്മാരും എങ്ങനെ തന്നെയാണ്? പരമപാവനന്മാരെ തന്നെയാണ് ഭക്തന്മാര്. അപ്പൊ ഇവിടെ സ്മരണ എന്ന വാക്ക് നമ്മൾ പറഞ്ഞല്ലേ, കൃഷ്ണാവബോധത്തോടെ ഭഗവാനെ സ്മരിക്കണം. ആ സ്മരിക്കുന്നവർക്കാണ് ഉടനെ തന്നെ ഭഗവാന്റെ ഭാവത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. ഭക്തിപൂർവമായ സേവനത്തിലൂടെ കൃഷ്ണാവബോധം പുലർത്തി പോരാത്തൊരു ജീവന് പവിത്രതയില്ലാത്തത് കൊണ്ട് സ്മരണ സാധ്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഭക്തിപൂർവമായിട്ടുള്ള സേവനത്തിലൂടെ, ഭക്തിപൂർവം ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ട് ഭഗവാന് കൃഷ്ണാവബോധം പുലർത്തി പോരാത്തൊരു ജീവന് ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നുണ്ടോ നിങ്ങൾക്ക്? സൗണ്ട് ബാക്ക്ഗ്രൗണ്ടില് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്. കേൾക്കുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? ഇല്ല, ക്ലിയർ ആവുന്നതല്ല, അത് കയറി വരുന്നു. അതിൽ ശ്രദ്ധ പോകും. അപ്പൊ കേൾക്കുന്നില്ല. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ. കേൾക്കുന്നില്ല. ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ അവിടെ നിന്ന് അവർക്ക് പ്രോബ്ലം വരുമ്പോ അവര് വരുന്ന ഡോറ് തുറന്നിടും. നെറ്റിന്റെ പ്രോബ്ലം വരുന്നത് ഇവിടെ. ഇപ്പൊ ഞാൻ പതുക്കെ ഡോറ് ചാരിയിട്ട് പോകുന്നുണ്ട്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ എന്താ പറഞ്ഞ? കൃഷ്ണാവബോധത്തോടെ ദേഹത്യാഗം ചെയ്യുന്നവൻ ഉടൻ തന്നെ ഭഗവാന്റെ അതീന്ദ്രിയ ഭാവം കൈക്കൊള്ളാനായിട്ട്
സാധിക്കും. ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും എങ്ങനെയാണ്? പരമപാവനരാണ്. ഇവിടെ സ്മരണ എന്ന വാക്കാണ് വളരെ പ്രധാനപ്പെട്ടത് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഭക്തിപൂർവമായിട്ടുള്ള ഭഗവത് സേവനത്തിലൂടെ, ഭക്തിപൂർവ്വം ഭഗവാന്റെ സേവനം ചെയ്യുന്നതിലൂടെ കൃഷ്ണാവബോധം പുലർത്തി പോരാത്ത ഒരു ജീവൻ എന്തുണ്ടാവില്ല? പവിത്രത ഉണ്ടാവില്ല. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? നമ്മളെ പവിത്രത, പരിശുദ്ധരാകാൻ വേണ്ടിയിട്ടാണല്ലേ. നമ്മൾ നാമം ജപിക്കുന്നു, ഭാഗവതം കേൾക്കുന്നു, ഭഗവത്ഗീത ശ്രവിക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു, ആ ശ്രവണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മളെ പവിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നുള്ള നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. അങ്ങനെ പവിത്രീകരണം വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഭഗവാന്റെ സ്മരണ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല? ഭഗവാന്റെ സ്മരണ നമുക്ക് സാധ്യമാകില്ല. അതുകൊണ്ട് ഒരാൾ ജീവിതത്തിന്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ, ആരംഭഘട്ടം മുതൽക്ക് തന്നെ കൃഷ്ണാവബോധം ശീലിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മള് ആരംഭഘട്ടം മുതൽ തന്നെ കൃഷ്ണാവബോധം ശീലിക്കണം. നിര്യാണ വേളയിൽ വിജയം വരിക്കണമെങ്കിൽ, നമ്മളപ്പോ വിജയിക്കുക എന്ന് പറഞ്ഞാല് മരണസമയത്ത് നമ്മളെ വിജയം എന്ന് പറഞ്ഞത് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സദാ മഹാമന്ത്രം ഉരുവിട്ടുകൊണ്ട് പോകുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മള് നിരന്തരം ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ ഹൃദയത്തിന് എന്ത് വരും? പവിത്രത ഉണ്ടാകും. അത് ഭഗവാൻ ചെയ്യുന്നു നമ്മൾ ഇന്നലെ കണ്ടു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? മരണസമയത്ത് കൃഷ്ണസ്മരണ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. പിന്നെ നമ്മള് വൃക്ഷത്തെ പോലെ സഹനശക്തി ഉള്ളവരാകണം എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. നമ്മള് ഭഗവാൻ പറഞ്ഞില്ലേ, ഭഗവാൻ അർജുനനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സഹിഷ്ണുതയുള്ളവനായിരിക്കണം, എല്ലാം സഹിക്കാൻ പഠിക്കണം. അതേപോലെ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത് എന്താണ്? വൃക്ഷത്തെ പോലെ സഹനശക്തി നമുക്ക് ഉണ്ടാവണം. അമാനിന മാനദേന കീർത്തനീയ സദാഹരി തരോരിവ സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി എന്നാ പറയുന്നത്. അതായത് നമ്മള് വൃക്ഷത്തെ പോലെ നമുക്ക് സഹനശക്തി ഉണ്ടായിരിക്കണം, സഹിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ചൈതന്യ മഹാപ്രഭു നമ്മളെ ഉപദേശിക്കുന്നത്. അപ്പൊ നമ്മള് നാമം ജപിക്കുമ്പോ, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന വ്യക്തിക്ക് പല തരത്തിലുള്ള വിഘ്നങ്ങൾ നേരിടും. ഇതുവരെ നമുക്ക് സംഭവിക്കാത്ത കാര്യങ്ങൾ മുഴുവൻ നമുക്ക് നാമജപം തുടങ്ങുമ്പോൾ ഉണ്ടാകും. വിഘ്നങ്ങളായിട്ട് നമ്മളെ മുന്നിൽ വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം സഹിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വേണം? നാമജപം തുടരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് സാധിക്കും? അതിന്റെ പ്രയോജനം നമുക്ക് ജീവിതത്തിന്റെ അവസാനത്തിൽ, ആ മരണസമയത്ത് നമുക്ക് അനുഭവപ്പെടുത്താനായിട്ട് സാധിക്കും. നമുക്ക് തന്നെത്താൻ അത് അനുഭവപ്പെടും. ആ സമയത്ത് നമ്മള് പല തടസ്സങ്ങളും നമ്മളെ മുന്നിൽ, വിഘ്നങ്ങളും നമ്മളെ മുന്നിൽ നേരിട്ടാലും അതിനൊക്കെ സഹിച്ചുകൊണ്ട് ഒരു വൃക്ഷത്തെ പോലെ സഹനശക്തി നമുക്ക് ഉണ്ടാകണം. ആ സഹനശക്തി ഉണ്ടായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നാമം ജപിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിന്റെ അവസാനത്തില് അതിന്റെ പ്രയോജനം നമുക്ക് അനുഭവപ്പെടുത്താനായിട്ട് സാധിക്കും. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിതഃ. എന്തിനെ കുറിച്ചാണോ മരണവേളയിൽ ഒരാൾ സ്മരിക്കുന്നത്, ഹേ കുന്തിപുത്ര, അയാൾ തീർച്ചയായും അതിനെ പ്രാപിക്കും. അപ്പൊ മരണസമയത്ത് ഒരാൾ എന്തിനെ കുറിച്ചോ ചിന്തിക്കുന്ന ഓട്ടോമാറ്റിക്കലി അയാൾ എന്താണ്? അതായിട്ട് മാറുന്ന പറയുന്നത്. നമ്മൾ മരണസമയത്ത് നമ്മൾ എന്തിനെ കുറിച്ച് ആലോചിച്ചോ നമ്മൾ അതായിട്ട് മാറും എന്നാണ് പറയുന്നത്. മരണത്തിന്റെ നിർണായക നിമിഷങ്ങളിൽ നടക്കുന്നത് എന്തെന്ന് ഇവിടെ പറയുന്നു. കൃഷ്ണസ്മരണയോടെ ശരീരം ത്യജിക്കുന്നവർ അതീന്ദ്രിയമായ ഭഗവത് പദം പോകുന്നു. മറ്റേതെങ്കിലും സ്മരണ പുലർത്തിക്കൊണ്ട് മരിക്കുന്നവർ ഈ അവസ്ഥയിൽ എത്തുകയില്ല. അപ്പൊ നമ്മൾ മരണസമയത്ത്, നമ്മുടെ ആ നിർണായക നിമിഷമാണത് മരണസമയം എന്ന് പറയുന്നത്. ആ സമയത്ത് നടക്കുന്നത് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് മരണസമയത്ത് ഭഗവാന്റെ സ്മരണയോടെയാണ് നമ്മൾ ശരീരം ത്യജിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് സാധിക്കും? ഭഗവത് പാദം പോകാനായിട്ട് സാധിക്കും. ഭഗവാന്റെ ആ പരമപദം പോകാൻ നമുക്ക് സാധിക്കും. ഭഗവാനെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ശരീരം വെടിയാണെങ്കിൽ. അതല്ല വേറെ എന്തെങ്കിലും ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ശരീരം വെടിയാണെങ്കിലോ നമ്മൾ ആ അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ജന്മത്തിൽ സ്വാത്വിക ഭാവത്തോടു കൂടി ജീവിക്കുകയും നിരന്തരം കൃഷ്ണനെ സ്മരിക്കുകയും ചെയ്യുന്നവർക്ക് അന്ത്യവേളയിലും ഭഗവത് സ്മരണ ഉദിക്കും. കൃഷ്ണന്റെ അതീന്ദ്രിയ ഭാവത്തെ പോകുന്നതിന് അത് സഹായകമായി തീരുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ജന്മത്തില് സാത്വിക ഭാവത്തോടെ ജീവിക്കുക, ഭഗവാനെ നിരന്തരം സ്മരിക്കുകയും ചെയ്യുന്നവർക്ക് എന്ത് സാധിക്കും? അന്ത്യവേളയില് ഭഗവാന്റെ സ്മരണ ഉദിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിരന്തരം നമ്മള് ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ആ ഭാവത്തോടു കൂടി ജീവിക്കുക. എപ്പോഴും ഭഗവാനെ സ്മരിച്ചും കീർത്തിച്ചും കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് മരണസമയത്തും എന്താണ്?
ഭഗവാന്റെ സ്മരണ. ഇപ്പൊ നമ്മൾ എപ്പോഴും ഹരേ കൃഷ്ണ പറഞ്ഞ് നമ്മൾ എന്താണ് ആരെ കാണുമ്പോൾ നമ്മൾ ഹരേ കൃഷ്ണ പറയും. കാരണം അത് എന്തായിട്ട് മാറി, നമ്മളത് യൂസ്ഡായി. നമ്മളത് എപ്പോ പറയുമ്പോഴും അതറിയാതെ തന്നെ നമുക്ക് അതങ്ങനെ വരും. അതേപോലെ തന്നെ നമ്മളിപ്പോ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ്, നമുക്കൊരു ദുഃഖം വന്നാലും സന്തോഷം വന്നാലും എന്ത് വന്നാലും നമ്മൾ എന്ത് തന്നെ വിളിക്കുള്ളൂ, ഭഗവാന്റെ നാമം തന്നെ വിളിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് ആ ഒരു സമയത്ത് അന്ത്യവേളയില് ഭഗവത് സ്മരണ നമുക്ക് തന്നെത്താനെ വരും. കൃഷ്ണന്റെ അതീന്ദ്രിയ ഭാവത്തെ പോകുന്നതിന് അത് സഹായകമായി തീരുകയും ചെയ്യും. ആധ്യാത്മികമായി ഭഗവത് സേവനത്തിൽ മുഴുകി ജീവിതം നയിച്ച ഒരാൾക്ക് അടുത്ത ജന്മത്തിൽ ഭൗതിക ദേഹമല്ല ആധ്യാത്മിക ദേഹം. അപ്പൊ ഇങ്ങനെ ആധ്യാത്മികമായിട്ട് ഭഗവാന്റെ സേവനത്തിൽ മുഴുകി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെന്താണ് കിട്ടുന്നത്, ആധ്യാത്മിക ശരീരമായിരിക്കും കിട്ടുന്നത്. ഭൗതിക ദേഹം കിട്ടില്ല, ആധ്യാത്മിക ദേഹമായിരിക്കും ആ വ്യക്തിയെ സംബന്ധിച്ച് കിട്ടുന്നുണ്ട്. അതെങ്ങനെയുള്ള വ്യക്തിയാണ്, ഭഗവാന്റെ സേവനത്തില് മുഴുകിയിരിക്കുന്ന ജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക്. പിന്നെ ഭൗതിക ദേഹം കിട്ടില്ല, ആധ്യാത്മിക ദേഹം കിട്ടും. ഭൗതിക ദേഹവും ആധ്യാത്മിക ദേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഭൗതിക ദേഹവും ആധ്യാത്മിക ദേഹവും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ഭൗതിക ദേഹത്തില് ഭൗതിക ദേഹത്തില് സുഖ ദുഃഖങ്ങളെല്ലാം ഉണ്ടാവും, സുഖ ദുഃഖങ്ങൾ അനുഭവിക്കണം. ഒരു ജനനം ഉണ്ടാകത്തില്ല. ആധ്യാത്മിക ദേഹത്തിന് ജനനം മരണം ഉണ്ടാവില്ല. പിന്നെന്താണ് വേറൊരു വലിയ കൂടുതൽ ബന്ധമുള്ള പിന്നെ ഉണ്ടല്ലോ, അതും ശരി. പിന്നെ ഉണ്ടല്ലോ വലിയൊരു വ്യത്യാസമുണ്ട്. ഭഗവാന്റെ ലോകത്തെത്തും. ഓക്കെ. പിന്നെ പുനർജന്മം ഉണ്ടാവില്ല. ജന്മം ഇല്ല എന്ന് പറഞ്ഞല്ലോ, നമുക്ക് ജനനവും മരണവും ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ വലിയൊരു വ്യത്യാസം കൂടി ഉണ്ടല്ലോ, മരണസമയത്ത് കൃഷ്ണനാമം ഓർക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് ആത്മീയ ശരീരം കിട്ടുന്നത്. ഭഗവാന്റെ അടുത്ത് മോക്ഷപ്രാപ്തി ത്രിഗുണങ്ങൾ ബാധിക്കില്ല. ത്രിഗുണങ്ങൾ ബാധിക്കില്ല, അത് ഓക്കെ. അല്ലാതെ ഒരു വ്യത്യാസം പറയാൻ പറ്റില്ല നിങ്ങൾക്ക്? ഏറ്റവും വലിയൊരു വ്യത്യാസം, ഭൗതിക ശരീരത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? ഭൗതിക ശരീരം ഇല്ലാതെയാകും. അതൊക്കെ ഓക്കെ. നിങ്ങൾ ഈ പഠിച്ചത് വെച്ചിട്ട് കറക്കിക്കൊണ്ടിരിക്കുകയല്ല അവരിരുന്നിട്ട്. അതായത് നമ്മൾ ജനിച്ച പോലെയാണോ നമ്മൾ ഇരിക്കുന്നത്? അതീന്ദ്രിയ ഭാവത്തെ അനുഭവിക്കും. നമ്മളെ ജരാനരകൾ ബാധിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ ജനിച്ച പോലെയല്ലല്ലോ ഇപ്പൊ. നമ്മൾ ഈ ഭൗതിക ശരീരത്തിന് എന്ത് മാറ്റം വന്നുകൊണ്ടിരിക്കും? ജരാനരകൾ ബാധിക്കുന്നുണ്ട്. ആത്മീയ ശരീരത്തിന് എന്തുണ്ടാവില്ല? അങ്ങനെ ഉണ്ടാവില്ല, ഒരിക്കലും ബാധിക്കില്ല. അതാണ് വലിയൊരു വ്യത്യാസം അല്ലെ? ആത്മീയ ശരീരത്തിന് നമുക്ക് എന്തുണ്ടാവില്ല? ജരാനരകളൊന്നും ഉണ്ടാവില്ല. നമ്മളെ ഭൗതിക ശരീരം മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞരമ്പ് കാണാം, ബ്ലഡ് കാണാം, കുറെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ആത്മീയ ശരീരം ആവുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, ജരാനരകളൊന്നും നമ്മളെ ബാധിക്കില്ല. വലിയൊരു വ്യത്യാസം അതല്ല നമ്മളെ. അപ്പൊ ഭൗതിക ശരീരവും ആത്മീയ ശരീരവും തമ്മിലുള്ള വ്യത്യാസമാണത്. ദേഹം അത് ലഭിക്കും. നിരന്തരമായിട്ടുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്ര നാമ ജപത്തിലൂടെ മരണവേളയിൽ ഒരാളുടെ മനോഭാവത്തെ വേണ്ടുന്ന വഴിക്ക് തിരിക്കാനുള്ള ഉത്തമ മാർഗമാണെന്ത്? അപ്പൊ നമ്മൾ ഈ നാമജപം എന്ന് പറയുന്നത്. അപ്പോ നേരായ വഴിക്ക് ഉത്തമമായ ഒരു മാർഗം ആയിട്ട് നമുക്ക് എന്ത് പറയാം? നാമജപത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതില് ഒരു കഥ പറയാണ്. ഈ മരണ സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, നമ്മൾ അതായിട്ട് മാറുന്നു. അപ്പൊ അതിന് മഹാരാജാവിന്റെ കഥ പറയാണ് ഇവിടെ. ഭരത മഹാരാജ് ഭയങ്കര ശ്രേഷ്ഠനായിട്ടുള്ള രാജാവാണ്. ഭരത മഹാരാജാവ് കീർത്തിമാനായിട്ടുള്ള, എല്ലാവരെയും അതിശയിപ്പിക്കുന്നില്ല, ആഗ്രഹിക്കുന്ന രീതിയിൽ അത്രയും കീർത്തിയുള്ളൊരു പ്രശസ്തനായിട്ടുള്ളൊരു രാജാവാണ് ആര്? കാണാനും സുന്ദരനും എല്ലാ രീതിയിലും നല്ലൊരു, എല്ലാവർക്കും അസൂയ തോന്നുന്ന രീതിയിലുള്ള ഭരണം നടത്തിയിരുന്ന ഒരു രാജാവാണ്. എല്ലാം കൊണ്ടും സുഖമായിട്ടുള്ള രാജാവായിരുന്നു ഭരത രാജാവ്. അങ്ങനെ അദ്ദേഹം ഫസ്റ്റ് ബ്രഹ്മചര്യം ഗൃഹസ്ഥം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലെത്തിയപ്പോ അദ്ദേഹം എന്താണ്, എല്ലാ സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ സേവനം മാത്രം ചെയ്യാനായിട്ട് കാട്ടിലേക്ക് പോയി അവിടെ ആശ്രമത്തില് ഭഗവത് സേവനങ്ങളൊക്കെ കഴിഞ്ഞ് ചെയ്ത് അവിടുത്തെ സന്യാസിമാരോടൊപ്പം കഴിച്ചു കൂട്ടാണ് അദ്ദേഹം, ഭരത മഹാരാജാവ്. അങ്ങനെ ഒരു ദിവസം രാവിലെ
നദിയില് തടാകത്തിൽ പോകുമ്പോ അവിടെ പെട്ടെന്ന് ഒരു മാൻ, പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു മാൻ ക്ഷീണിച്ച് അവശതായിട്ട് ഓടി വരുന്നത് കാണാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ബഹളവും കേൾക്കും. ഒച്ച കേൾക്കുമ്പോ സിംഹത്തിന്റെ അലർച്ചയാണ് കേൾക്കുന്നത്. അപ്പൊ മനസ്സിലായി സിംഹം ഓടിച്ചിട്ടതാണെന്ന്. അങ്ങനെ ഈ മാൻ രക്ഷപ്പെടാനായിട്ട് നോക്കും, വെള്ളത്തിലൂടെ നീന്തി. പക്ഷെ അതിന് രക്ഷപ്പെടാൻ പറ്റില്ല, അത് ചത്തുപോകും. പക്ഷെ ഒരു മാൻകുട്ടിക്ക് ജന്മം കൊടുത്തിട്ടാണ് അത് ചത്തുപോകുന്നത്. ഈ രാജാവിന് ഈ മാൻകുട്ടീനെ അവിടെ ഇട്ടിട്ട് പോരാനായിട്ട് തോന്നില്ല. മനസ്സിൽ വിഷമം തോന്നും. കാരണം ഈ സിംഹം അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചുകൊണ്ട് പോകുമല്ലോ. അങ്ങനെ ഈ രാജാവ് ഈ മാൻകുട്ടിയെ ഇവിടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോരും. ആശ്രമത്തിലേക്ക് പോരുമ്പോ ഈ മാൻകുട്ടിയും കൂടി കൊട്ടും. അങ്ങനെ ഈ മാൻകുട്ടി പിന്നെ രാജാവിന്റെ എന്തായി മാറി, ഏത് സമയത്തും ഈ മാൻകുട്ടിയെ നോക്കാന്നായി രാജാവിന്റെ ചിന്ത. കാരണം ഇതിന് പാല് കൊടുക്കണം, ചെറുതാണല്ലോ, ജനിച്ചിട്ടല്ലേ ഉള്ളൂ, പാല് കൊടുക്കണം, അതിനെ വളർത്തണം, അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതും മുഴുവനും ചെയ്തുകൊണ്ടിരിക്കലായി ആരാ ജോലി? ഈ രാജാവിന്റെ ജോലി. രാജാവ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ വിട്ടുപോയി ആശ്രമത്തില് ഭഗവാന്റെ സേവനം ചെയ്യുന്നതൊക്കെ ഉപേക്ഷിച്ചു. ഏത് നേരം നോക്കിയാലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഈ മാനിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ മാനിനെ നോക്കി മാൻ വലുതായി. മാൻകുട്ടി വലുതായി കഴിഞ്ഞാൽ എന്താണ്? മാൻകുട്ടി പിന്നെ കാട്ടിലേക്ക് പോകും. അവിടെ ബാക്കിയുള്ള കൂട്ടുകാരോടൊപ്പം അതിങ്ങനെ നടക്കും, മൃഗങ്ങളൊപ്പം ഇങ്ങനെ നടക്കും. മാൻകുട്ടിയാണല്ലോ, എന്തായാലും മനുഷ്യനല്ലല്ലോ. അപ്പൊ അതങ്ങനെ. പക്ഷെ രാജാവിനാണെങ്കിലോ ഇതിനെ കാണാണ്ടാവുമ്പോഴേക്കും വിഷമവും ദേഷ്യവും ടെൻഷനൊക്കെയാണ്. പിന്നെ ഇപ്പൊ രാജാവ് അങ്ങനെ ഒരു ദിവസം ഈ മാൻകുട്ടി പോയിട്ട് കാണാതെ ആവുമ്പോ ഇതിനെ അന്വേഷിച്ചു പോണ വഴിയില് രാജാവ് ഒരു കുഴിയില് വീണിട്ട് രാജാവ് മരിക്കുകയാണ്. ആ മരണ സമയത്ത് രാജാവ് ആരെ വിളിക്കുന്നത്? ഈ മാൻകുട്ടിയെ കുറിച്ച് വിളിച്ചിട്ടാണ് രാജാവ് മരിക്കുന്നത്. ഈ മാൻകുട്ടിയെ കാണാണ്ടാണല്ലോ അന്വേഷിച്ചു പോയത്. അപ്പൊ ഈ രാജാവ് ഈ മാൻകുട്ടിയെ വിളിച്ചിട്ടാണ് മരിക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നമ്മൾ ഭഗവത്ഗീതയിൽ പറഞ്ഞ പ്രകാരം അടുത്ത ജന്മം ആരുടെ വന്നു? മാനായിട്ട് ജന്മം എടുക്കും. ഈ രാജാവ്, ഭരത മഹാരാജാവ് മാനായിട്ട് ജന്മെടുക്കും. നമ്മൾ ആലോചിക്കണം, രാജാവായിരുന്നു, അത്രയും കീർത്തിമാനായിട്ടുള്ള രാജാവാണ്. പക്ഷെ പിന്നത്തെ ജന്മം ആരുടേതായിട്ട്? രാജാവ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രതിനിധിയാണ്. അപ്പൊ അത്രയും ഉയർന്ന നിൽക്കുന്ന ഒരു വ്യക്തി ആരായിട്ട് ജന്മം എടുക്കേണ്ടി വന്നു? മൃഗമായിട്ട് ജന്മം എടുക്കേണ്ടി വന്നു, മാനായിട്ട് ജന്മം എടുക്കേണ്ടി വന്നു. പക്ഷെ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് ഈ രാജാവിന് എന്ത് സാധിച്ചു? പൂർവ്വജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ട് ഈ മാനിന് തന്റെ പൂർവ്വജന്മത്തെ കുറിച്ച് ഓർക്കാനുള്ള അവസരം കിട്ടി. അപ്പൊ ഈ മാനിന് മനസ്സിലായി താൻ എന്തുകൊണ്ടാണ് മാനായിട്ട് ജന്മം എടുത്തത് മനസ്സിലായപ്പോ ഈ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്ന് മറ്റുള്ള ഋഷിമാരൊക്കെ അവിടെ ചെയ്യുന്നതൊക്കെ കണ്ട് ആ മാൻ അവിടെ തന്നെ കൂടി. അങ്ങനെ പിന്നത്തെ ജന്മം ആ മാനിന് വീണ്ടും ആരാവാൻ പറ്റി? ജഡഭരതനായിട്ട് മനുഷ്യനായിട്ട് ജന്മം എടുക്കാണ്. അങ്ങനെ മനസ്സിലായത് കൊണ്ട് പിന്നെ ബധിരനും മൂകനായിട്ട് അഭിനയിച്ചിട്ട്, അതായത് ഈ ഭൗതിക ലോകത്തിൽ ഒന്നുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ നിന്നിട്ട് അദ്ദേഹം മോക്ഷം നേടി ഭഗവാന്റെ പാദത്തില് പോകാനായിട്ട് ആർക്ക് സാധിച്ചു? ഈ ജഡഭരതന് സാധിച്ചു. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ അതായിട്ട് മാറും. അതാണ് ഇവിടെ ഭരത മഹാരാജാവിന്റെ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത് ഇവിടെ? തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുക്ത്യച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയ. അതിനാൽ അർജുന, ശ്രീകൃഷ്ണ രൂപത്തിൽ എന്നെ നീ എപ്പോഴും ഓർമ്മിക്കുക. അതോടൊപ്പം തന്റെ നിയത കർമ്മമായ യുദ്ധം നിർവഹിക്കുകയും ചെയ്യുക. സ്വകർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചും മനോബുദ്ധികൾ എന്നിൽ ഉറപ്പിച്ചും ഇരുന്നാൽ നീ എന്നെ പ്രാപിക്കും, സംശയമില്ല. അപ്പൊ അതുകൊണ്ട് അർജുന, നീ എന്നെ ശ്രീകൃഷ്ണ രൂപത്തിൽ നീ എന്നെ എപ്പോഴും ഓർക്കണം. മാത്രമല്ല നീ എന്ത് ചെയ്യണം? നിന്റെ നിയത കർമ്മമായിട്ടുള്ള യുദ്ധം നിർവഹിക്കുകയും വേണം. അപ്പൊ നീ കൃഷ്ണന്റെ രൂപത്തിൽ നീ എന്നെ എപ്പോഴും ഓർക്കണം. അതോടൊപ്പം നിന്റെ നിയത കർമ്മമായിട്ടുള്ള യുദ്ധം നിർവഹിക്കുകയും ചെയ്യുക. സ്വന്തം കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചും മനോബുദ്ധികൾ എന്നിൽ ഉറപ്പിച്ചും ഇരുന്നാൽ നിനക്ക് എന്നെ പ്രാപിക്കാൻ സാധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ഭഗവാൻ പറയുന്നത്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? എപ്പോഴും എന്നെ ഏത് രൂപത്തിൽ ഓർക്കാനാ ഭഗവാനോട് പറയുന്നത്? ഭഗവാൻ ഏത് രൂപത്തിൽ ഓർക്കാനാ പറയുന്നത്? കൃഷ്ണ രൂപത്തിൽ ഭഗവാനെ ഓർക്കാനാണ് ഭഗവാനോട് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? നിയതകർമ്മം ചെയ്യാൻ വേണം. അപ്പൊ ഭഗവാനെ നമ്മൾ ഓർക്കാൻ വേണം കൃഷ്ണന്റെ രൂപത്തില്. ഒപ്പം തന്നെ നമ്മൾ എന്തും കൂടി ചെയ്യണം? നിയതകർമ്മം. നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്ന നിയതകർമ്മങ്ങൾ നമ്മൾ നിർവഹിച്ച് സ്വന്തം കർമ്മങ്ങൾ ഭഗവാന് സമർപ്പിച്ച് മനസ്സും ബുദ്ധിയും ഭഗവാനിൽ ഉറപ്പിച്ചു കഴിഞ്ഞാല് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുമെന്നതിന് യാതൊരു സംശയവും ഇല്ല എന്ന് ഭഗവാൻ പറയുന്നത് ഇവിടെ. അർജുനനോടുള്ള ഈ ഉപദേശം ഭൗതിക കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചും പ്രസക്തമാണ്. അപ്പൊ ഇത് വെറുതെ നമ്മൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളതല്ല.
ഇവിടെ എന്താ പറയുന്നത്? അർജുനനോട് മാത്രം കൊടുക്കുന്ന ഉപദേശമല്ലത്, ഈ ഭൗതിക കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ ഗൃഹസ്ഥരായിട്ടിരിക്കുന്ന എല്ലാവർക്കും ഉള്ള ഉപദേശമാണ് ഈ പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ബാധകമാണ് ഈ പറഞ്ഞ ഉപദേശം. എന്താണ്? എപ്പോഴും ഭഗവാനെ നമ്മൾ സ്മരിക്കണം. പിന്നെ നമ്മുടെ നിയത കർമ്മം, അർജുനന്റെ കർമ്മം യുദ്ധം ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളുണ്ട്. ആ കർമ്മം ചെയ്യാൻ വേണം. ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ ഭജിക്കാൻ വേണം എന്നാണ് ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും തരുന്ന ഉപദേശമാണിത്. തങ്ങളുടെ നിർദ്ദിഷ്ട കർമ്മം നിറവേറ്റുന്നതിൽ നിന്ന് പിന്തിരിയാൻ ആരെയും ഭഗവാൻ പ്രേരിപ്പിക്കുന്നില്ല. അപ്പൊ ആരോടും ഭഗവാൻ പറയുന്നില്ല ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്ന കർമ്മം ചെയ്യാതിരിക്കാൻ. എല്ലാവരോടും ഭഗവാൻ എന്താ പറയുന്നത്? കർമ്മം ചെയ്യാനാണ് ഭഗവാൻ എല്ലാവരോടും പറയുന്നത്. ഒരാൾക്ക് ഈ പ്രവർത്തികൾ തുടരുന്നതോടൊപ്പം ഹരേ കൃഷ്ണ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഭഗവത് സ്മരണ പുലർത്തുകയും ആകാം. അപ്പൊ ഈ പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യാം, ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മഹാമന്ത്രം ഉച്ചരിക്കുകയും ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ വേണം. ഒപ്പം തന്നെ നമ്മൾ കൂടെ എന്തും കൂടി ചെയ്യണം? ഭഗവാന്റെ നാമം ജപിക്കുകയും വേണം. ഇത് ജീവനെ ഭൗതിക കൽമഷങ്ങൾ ബാധിക്കാതിരിക്കാനും മനസ്സും ബുദ്ധിയും ഭഗവാനിൽ ഏകാഗ്രീകരിക്കാനും ഉതകും. കൃഷ്ണനാമോച്ചാരണം ഭക്തനെ പരമോത്കൃഷ്ടമായ കൃഷ്ണലോകത്തിൽ എത്തിക്കുന്നതിന് സംശയമില്ല. അപ്പൊ ഇത് ഭൗതികമായ കൽമഷങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാനും പിന്നെ നമ്മുടെ മനസ്സും ബുദ്ധിയും ഭഗവാനിൽ ഉറപ്പിക്കാനും നമുക്ക് സാധിക്കും. ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് ആ ഭക്തന് പരമോത്കൃഷ്ടമായ കൃഷ്ണലോകത്തിലേക്ക് എത്തിക്കുമെന്നതിന് യാതൊരു സംശയവും ഇല്ല. അപ്പൊ ഭക്തന് ആ ഉത്കൃഷ്ടമായിട്ടുള്ള ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിക്കുമെന്നുള്ളത് ഒരു സംശയം ഇല്ലാത്ത കാര്യമാണ്. എന്ത് ചെയ്താല്? ഭഗവാന്റെ നാമം ഉച്ചരിക്കുകയാണെങ്കിൽ. ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. കൃഷ്ണ എന്ന് പറയാൻ എല്ലാവർക്കും സാധിക്കില്ല. കൃഷ്ണ എന്ന് ഉച്ചരിക്കാൻ സാധിക്കണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യമുള്ളവർക്ക് മാത്രമേ കൃഷ്ണ എന്ന് ഉച്ചരിക്കാനായിട്ട് സാധിക്കുള്ളൂ. വേറെ എന്തും നമുക്ക് പറയാം, കൃഷ്ണ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കൃഷ്ണ എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യമാണ്. സർവ്വ ആകർഷകനാണ്, എല്ലാവരെയും ആകർഷിക്കുന്നവനാണ് ആര്? കൃഷ്ണൻ. ആ കൃഷ്ണൻ എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭഗവാന്റെ കാരുണ്യം കൂടി ഉണ്ടെങ്കിൽ അത് സാധിക്കുള്ളൂ. ഇനി എങ്ങനെയുള്ളവർക്കാണ് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നത്? അഭ്യാസയോഗയുക്തേന ചേതസാനാന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയാൻ. എന്നെ പരമപുരുഷനായി പരമദിവ്യോത്തമ പുരുഷനായി ആരാണോ എന്നെ ധ്യാനിക്കുന്നത്, ആരാണോ മാർഗത്തിൽ നിന്ന് വ്യതിചരിക്കാതെ തുടർച്ചയായി എന്നെ മനസ്സിൽ സ്മരിക്കുന്നത്, അല്ലയോ പാർത്ഥ, അയാൾ നിശ്ചയമായും എന്നെ പ്രാപിക്കും. അപ്പൊ ആരാണോ പരമദിവ്യോത്തമ പുരുഷനായിട്ട് എന്നെ ധ്യാനിക്കുന്നത്, ആരാണോ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ തുടർച്ചയായി എന്നെ മനസ്സിൽ സ്മരിക്കുന്നത് ആരാണോ, അവർക്ക് എന്ത് സാധിക്കും? നിശ്ചയമായിട്ടും എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായിട്ട് ഭഗവാനെ ധ്യാനിക്കുന്നത് ആരാണോ, മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ തുടർച്ചയായിട്ട് ഭഗവാനെ സ്മരിക്കുന്നത് ആരാണോ, അവർക്ക് നിശ്ചയമായിട്ടും ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് ഭഗവാനോട് തീർത്ത് പറയാണ്. ഇനി എങ്ങനെയാണ് ഭഗവാനെ സ്മരിക്കേണ്ടതെന്ന് ഭഗവാനോട് പറയാണ്. ഭഗവാനെ ധ്യാനിക്കേണ്ടത് എങ്ങനെയാണ്? കവിയും പുരാണ മനുശാസിതാര അണോരണീയാം സമനുസ്മരേത്യാം സർവസ്യ ധാതാരമചിന്യ രൂപം ആദിത്യവർണം തമസാ പരസ്താത്. സർവജ്ഞനും ആദിപുരുഷനും സർവനിയന്താവും അണുവിനേക്കാൾ ചെറുതും സകലതിന്റെയും പരിപാലകനും ഭൗതിക അനുമാനങ്ങൾക്ക് അതീതനും അചിന്യരൂപനും ഭൗതിക പ്രകൃതിക്ക് അതീതനും ആദിത്യ തേജസ്വിയുമായ വ്യക്തി എന്ന നിലയിലാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത്. ദിവ്യനും ഭൗതിക പ്രകൃതിക്ക് അതീതനുമാണ് അവിടുന്ന്. അപ്പൊ ഭഗവാൻ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? സർവജ്ഞനാണ് ഭഗവാൻ, ആദി പുരുഷനാണ് ഭഗവാൻ, സർവനിയന്താവാണ് ഭഗവാൻ, അണുവിനേക്കാൾ ചെറുതുമാണ്, സകലതിന്റെയും പരിപാലകനാണ് ഭഗവാൻ, ഭൗതിക അനുമാനങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ, അങ്ങനെ അചിന്യ രൂപനാണ് ഭഗവാൻ. പിന്നെന്താണ്? ആദിത്യ തേജസ്വിയാണ്. അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഭഗവാനെ ധ്യാനിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് പറഞ്ഞു? സർവജ്ഞൻ, എല്ലാം അറിയുന്നവനാണ് ഭഗവാൻ. ആദിപുരുഷൻ, ഭഗവാൻ ആണ്, ആദിപുരുഷനാണ് ഭഗവാൻ. എല്ലാവരുടെ നിയന്താവും, എല്ലാവരെയും നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. അണുവിനേക്കാൾ ചെറുതാണ് ഭഗവാൻ. അണു ആത്മാവ് അണുവിനേക്കാളും ചെറുതാണ്. ഏറ്റവും ചെറുതിനേക്കാളും ചെറുതാണ് ഭഗവാൻ. സകലതിന്റെയും പരിപാലകൻ, എല്ലാവരെയും പരിപാലിക്കുന്നവനാണ് ഭഗവാൻ. ഭൗതികമായ അനുമാനങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ. നമ്മുടെ ഭൗതികമായ രീതിയിൽ നമ്മൾ പല അനുമാനങ്ങളൊക്കെ ഉണ്ടാവും. ആ അനുമാനങ്ങൾക്കെല്ലാം അതീതനാണ് ഭഗവാൻ. അചിന്യ രൂപൻ, ഭഗവാന്റെ രൂപം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനപ്പുറത്താണ് ഭഗവാന്റെ രൂപം. അതാണ് അചിന്യ രൂപനാണ് ഭഗവാൻ. പിന്നെ ഭൗതിക പ്രകൃതിക്ക് അതീതനാണ് ഭഗവാൻ. ഭൗതിക പ്രകൃതിക്ക് അതീതനാണ് ഭഗവാൻ. പിന്നെ ആദിത്യ തേജസ്വി, ആദിത്യ തേജസ് എന്ന് വെച്ചാല് സൂര്യനേക്കാളും തേജസ്വി ആയിട്ടുള്ള, സൂര്യ തേജസ്, സൂര്യന്റെ തേജസ് പോലെയാണ് ആദിത്യ തേജസ്വി ആയിട്ടുള്ള
ഒരു വ്യക്തിയായിട്ടാണ് ആരെ കാണേണ്ടത്? ഭഗവാനെ കാണേണ്ടത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശമല്ല, ഭഗവാൻ ആരാണ്? ഒരു വ്യക്തിയാണെന്ന് ഇവിടെ പറയാണ്. അങ്ങനെയായിരിക്കണം നമ്മൾ ആരെ ധ്യാനിക്കേണ്ടത്? ഭഗവാനെ ധ്യാനിക്കേണ്ടത്. ദിവ്യനാണ്, ഭൗതിക പ്രകൃതിക്ക് അതീതനുമാണ് ഭഗവാൻ. ഭഗവാൻ ഈ ഭൗതിക പ്രകൃതിക്ക് ത്രിഗുണങ്ങളുടെ അതീതനുമാണെന്ന് മനസ്സിലാക്കാം നമുക്ക്. എല്ലാ ദേവന്മാരും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദേവതമാരും എല്ലാവരും എന്ത് ചെയ്യുന്നവരാണ്? ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരുടെ കയ്യിലും എന്തുണ്ടാവും? ഒരു ജപമാല ഉണ്ടാവും. എല്ലാവരും എന്താ ചെയ്യുന്നത്? ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എല്ലാ ദേവന്മാരും. പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്താ യോഗബലേന ചൈവ ധ്രുവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. മരണസമയത്ത് യോഗാനിഷ്ഠ പൂണ്ട് സ്ഥിരമനസ്കനായി പരിപൂർണ ഭക്തിയോടെ ഭ്രൂമധ്യത്തിൽ പ്രാണവായുവിനെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവത് സ്മരണ ചെയ്യുന്നവൻ തീർച്ചയായിട്ടും പരമപുരുഷനെ പ്രാപിക്കും. അപ്പൊ എങ്ങനെ വേണം? മരണസമയത്ത് യോഗാനിഷ്ഠ പൂണ്ട് മരണസമയത്ത് യോഗാനിഷ്ഠയിലൂടെ സ്ഥിരമനസ്കനായിക്കൊണ്ട് പരിപൂർണ ഭക്തിയോടെ ഭ്രൂമധ്യത്തില്, അതായത് രണ്ട് പുരുകത്തിന്റെ നടുക്ക്, രണ്ട് പുരുകത്തിന്റെ സെന്ററിൽ എന്ത് ചെയ്യണം? പ്രാണവായുവിനെ ഉറപ്പിച്ച് നിർത്തുക. നമ്മുടെ വായുവിനെ, ശ്വാസത്തെ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് ഭഗവാന്റെ സ്മരണ ചെയ്യുക. നമ്മള് ജീവൻ വെടിയാണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ആ പ്രാണവായുവിനെ പുരുകത്തിന്റെ സെന്ററിൽ, രണ്ട് പുരുകത്തിന്റെ സെന്ററിൽ നമ്മൾ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് നമ്മള് ശരീരം വെടിയാണ്. നമ്മളെ ആ പ്രാണവായുവിനെ നമ്മൾ അവിടെ പിടിച്ചു നിർത്തി നമ്മളെ ശരീരം വെടിയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അതായത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ശരീരം വെടിയാനായിട്ട് യോഗ സിദ്ധികളൊക്കെ ചെയ്യുന്നവർക്ക് അവര് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? ഈ രണ്ട് പുരികങ്ങൾക്ക് ഇടയിൽ ആ പ്രാണവായുവിനെ ഉറപ്പിച്ചു നിർത്തി അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ശരീരം പിടിക്കും, നമ്മളെ ശ്വാസം നിലപ്പിക്കുക. അതാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് സാധിക്കും? ഭഗവാനെ പ്രാപിക്കാനായിട്ട്. അതായത് സിദ്ധികളൊക്കെ യോഗ സിദ്ധികളൊക്കെ ശീലിച്ചവർക്ക് അങ്ങനെ അവർക്ക് യോഗയിലൂടെ നമുക്ക് എന്ത് സാധിക്കും? ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മളെ ശരീരം വെടിയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. ഇവിടെ അജാമിളനെ കുറിച്ചാ പറയുന്നത്. അജാമിളൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രാഹ്മണനാണ്. അങ്ങനെ ഒരു അച്ഛൻ പൂജകൾ ചെയ്യുമ്പോ അച്ഛന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആരായിരുന്നു? അജാമിളനായിരുന്നു. അങ്ങനെ ഒരു ദിവസം കാട്ടില് വിറകിന് വേണ്ടി പോകുമ്പോ കാട്ടില് പോകുന്ന സമയത്ത് അവിടെ കാണാൻ പാടില്ലാത്തൊരു കാഴ്ച കാണാണ്. അപ്പൊ അങ്ങനെ കണ്ടപ്പോ ഇദ്ദേഹത്തിന് ആ എന്താ പറയാ ഒരു വേശ്യാസ്ത്രീയെ കാണാണ്. അപ്പൊ വേശ്യാസ്ത്രീയോട് അടുപ്പം വരാണ് ആർക്ക്? ഈ അജാമിളന്. അങ്ങനെ ഇദ്ദേഹം ഈ പൂജ കാര്യങ്ങളൊക്കെ വിട്ട് ആരുടെ കൂടെ താമസാക്കാണ്? ഈ വേശ്യാസ്ത്രീയുടെ കൂടെ താമസാക്കും. അപ്പൊ ഇതുവരെ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചു. എന്തിലേക്ക് മാറി? ഈ അധമ രീതിയിലുള്ള ജീവിതം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ പിന്നെ 10 മക്കളുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ നോക്കാനായിട്ട് പൈസ വേണം. അപ്പൊ എന്ത് ചെയ്യൂ? മോഷണം, കളവ്, അങ്ങനെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടോ ശാസ്ത്രത്തില്, അങ്ങനത്തെ പ്രവർത്തികളൊക്കെ ആര് ചെയ്യാൻ തുടങ്ങി? അജാമിളൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എല്ലാ ദുഷ്ടപ്രവർത്തികളും ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ വയ്യാതെ കിടക്കുമ്പോ ഓട്ടോമാറ്റിക്കലി ആര് വരും കൊണ്ടുപോവാനായിട്ട്? ഭഗവാന്റെ ആരാ വരുന്നത്? യമകിങ്കരന്മാര് വരാണ്. ഇവരെ കണ്ടപ്പോ അജാമിളന് പേടിയാവുമ്പോ ഈ 10ാമത്തെ മകന്റെ പേര് അജാമിളൻ ഇട്ടിരിക്കുന്നത് നാരായണ എന്നായിരുന്നു. പേടിച്ചിട്ട് നാരായണ എന്ന് വിളിക്കും. അപ്പൊ നാരായണ എന്ന് വിളിച്ചപ്പോ ആരോടി വരും? വിഷ്ണു പാർഷദന്മാര് വരും. വിഷ്ണുവിന്റെ പാർഷദന്മാര്, ഭഗവാന്റെ ആ ടീമുകൾ വരും. അങ്ങനെ വിഷ്ണു പാർഷദന്മാര് വന്നു. അപ്പൊ അവര് തമ്മിൽ അവിടെ തർക്കം. അപ്പൊ അവര് തർക്കം എന്ന് വെച്ചാൽ അവര് പറയും, യമകിങ്കരന്മാര് പറയും, യമദൂതന്മാര് പറയും, ഇദ്ദേഹം കുറെ ഇങ്ങനത്തെ ദുഷ്ടപ്രവർത്തികളാണ് ചെയ്തിട്ടുള്ളത്, പിന്നെ എങ്ങനെയാണ് നാരായണൻ ലോകത്ത് പോകാൻ സാധിക്കുക? അപ്പൊ അവര് പറയും, പക്ഷെ നാരായണ എന്ന് വിളിച്ചു, അപ്പൊ എന്ത് വന്നു? ഞങ്ങള് വന്നു എന്ന് പറയും. അങ്ങനെ ഈ അജാമിളൻ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ എണ്ണി പറയാണ് ആര്? യമദൂതന്മാര്. അപ്പൊ അജാമിളൻ അവിടെ കിടന്നതൊക്കെ കേൾക്കാണ്. അപ്പൊ അജാമിളൻ ചിന്തിക്കാണ്, ഞാൻ ഇത്രയും ദുഷ്ടനാണോ? എന്തൊക്കെ തരത്തിലുള്ള ദുഷ്ടപ്രവർത്തികളാണ് ഞാൻ ചെയ്തതെന്ന് അജാമിളന് മനസ്സിലാകാണ്. അങ്ങനെ വിഷ്ണുദൂതന്മാര് ഏറ്റെടുക്കാണ്. അങ്ങനെ ആര് പോകും അവിടുന്ന്? യമദൂതന്മാര് പോകും അവിടുന്ന്. അങ്ങനെ പിന്നെ ഇദ്ദേഹത്തിന് നേരെ ഭഗവാന്റെ അടുത്തേക്ക് പോകല്ല ചെയ്യുന്നത്. ഇദ്ദേഹം എവിടേക്കാണ് പോണത്? ഹരിദ്വാറിലേക്കാണ് പോകുന്നത്. ഹരിദ്വാറിൽ പോയിട്ട് ഭഗവത് സേവനം ചെയ്ത് പിന്നെ അതിനുശേഷം മോക്ഷം നേടിയിട്ട് ഇദ്ദേഹത്തിന് എവിടേക്ക് പോകാൻ സാധിച്ചു? ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാനായിട്ട്, ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് സാധിച്ചു. അപ്പോ
ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാവണം? അറിയാതെ പോലും ഭഗവാന്റെ നാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ നാരായണ എന്ന് വിളിക്കുകയാണ് ചെയ്തത് അല്ലെ. അറിയാതെ വിളിച്ചാൽ പോലും അവിടെ എന്തുണ്ട്? ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. ഭഗവാൻ അവിടെ നമ്മളെ സംരക്ഷിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ അജാമിളനിൽ നിന്നൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അനന്യചേത സതതം യോമാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിന. അല്ലയോ പാർത്ഥ, നിരന്തരമായ ഭക്തിയുത സേവനം മൂലം സ്ഥിരചിത്തതയോടെ എന്നെ എപ്പോഴും സ്മരിക്കുന്ന യോഗാനിഷ്ഠന് ഞാൻ സുപ്രാപ്യനാണ്. അപ്പോ നിരന്തരമായിട്ടുള്ള ഭക്തിയുത സേവനത്തിലൂടെ സ്ഥിരചിത്തതയോടെ എന്നെ എപ്പോഴും സ്മരിക്കുന്ന യോഗാനിഷ്ഠന് ഞാൻ എങ്ങനെയായിരിക്കും? സുപ്രാപ്യനായിരിക്കും. അപ്പൊ എപ്പോഴും ഞാൻ എന്ത് ചെയ്യണം? നിരന്തരമായിട്ടുള്ള ഭക്തിയുത സേവനം ചെയ്യാം. അപ്പൊ ഇങ്ങനെ എന്നിട്ട് ഭഗവാനെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള യോഗിക്ക് ഞാൻ എപ്പോഴും സുപ്രാപ്യനായിരിക്കുമെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇനി ഭഗവാൻ എന്തിനെ കുറിച്ചാ പറയുന്നത് ഇവിടെ? മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമം ഗത. ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ പരിപൂർണത നേടിയവരാകിയാൽ പിന്നീട് ദുഃഖപൂർണവും അസ്ഥിരവുമായ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇവിടെ ഭഗവാൻ പറയുന്നത് ഭക്തിയോഗം കൊണ്ട്, നമ്മൾ ഇന്നലെ പറഞ്ഞില്ല ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണ്? ഭക്തിയോഗമാണ്. ആ ഭക്തിയോഗം കൊണ്ട് ഭഗവാനെ പ്രാപിച്ച മഹാത്മാക്കള് പരിപൂർണത നേടിയവരായതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് ദുഃഖപൂർണമായിട്ടുള്ള സ്ഥിരതയില്ലാത്ത ഈ ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. നമ്മളപ്പോ ഈ ലോകം എന്താണെന്ന് പറയുന്നത്? ഭൗതിക ലോകം ദുഃഖപൂർണമാണെന്ന് പറയുന്നത്. ദുഃഖാലയം അശാശ്വതം എന്നാ പറഞ്ഞ പുനർജന്മ മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം. അതായത് ദുഃഖപൂർണവും അശാശ്വതമായിട്ടുള്ളതും അസ്ഥിരവുമായിട്ടുള്ള ലോകമാണിത് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല ഭഗവാനെ പ്രാപിച്ച മഹാത്മാക്കൾക്ക്. ഇനി എന്താ അടുത്തതിൽ എന്താ പറഞ്ഞത്? ആ ബ്രഹ്മ ഭുവനാലോക പുനരാവർത്തിനോർജുന മാമുപേത്യാത്ത് കൗന്ദേയ പുനർജന്മാന വിദ്യത്തെ. ഭൗതിക ലോകത്തിൽ സർവോന്നത ഗ്രഹമായ ബ്രഹ്മലോകം മുതൽ ഏറ്റവും അധമമായുള്ള ഓരോന്നും ജനന മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ദുരിതപൂർണമായ സ്ഥലങ്ങളാണ്. കുന്തിപുത്ര, എന്റെ പരമപദത്തിലെത്തിയവനാകട്ടെ പിന്നീട് ജന്മം എടുക്കേണ്ടതായിട്ട് വരില്ല. അപ്പൊ ഈ ഭൗതിക ലോകത്തില് സർവോന്നതമായിട്ടുള്ള ഗ്രഹം, ഏറ്റവും മുൻമോളിലുള്ള ഗ്രഹമാണ് ഇത് ഭൗതിക ലോകത്തിലുള്ള ഗ്രഹം ബ്രഹ്മലോകം. നമ്മൾ ഇന്നലെ കണ്ടുല്ലേ, സത്യലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകമാണ് ഏറ്റവും മുകളിലുള്ള ഗ്രഹം. അത് മുതല് ഏറ്റവും താഴ്ന്ന ലോകങ്ങൾ വരെ ഓരോന്നിലും എന്ത് നടന്നുകൊണ്ടിരിക്കും? ഈ ജനന മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ദുരിതപൂർണമായിട്ടുള്ള സ്ഥലങ്ങളാണ് എന്ത് ഈ ഭൗതിക ലോകത്തിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ എന്റെ പരമപദത്തിൽ എത്തിക്കഴിഞ്ഞാലോ പിന്നീട് ജന്മം എടുക്കേണ്ടതായിട്ട് വരില്ല. ഭഗവാന്റെ ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ജന്മം എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇനി ഭഗവാന്റെ ലോകം എങ്ങനെയാണെന്നാ ഭഗവാൻ പറയുന്നത്? അവ്യക്തോക്ഷര ഇത്യുക്ത സമാഹു പരമാംഗതി യം പ്രാപ്യാന നിവർത്തന്തെ തഥാമ പരമം മമ. വേദാന്തികൾ അവ്യക്തം എന്ന് അക്ഷയമെന്നും വിശേഷിപ്പിക്കുന്നതും പരമമായ പ്രാപ്യസ്ഥാനം എന്നറിയപ്പെടുന്നതും ഒരിക്കൽ എത്തിച്ചേർന്നാൽ പിന്നെ മടങ്ങി വരേണ്ടതില്ലാത്തതുമാണ് ഭഗവാന്റെ ധാമം. വേദാന്തികള് അവ്യക്തം എന്നാണ് പറയുന്നത്, പിന്നെ അക്ഷയം എന്നാണ് വിശേഷിപ്പിക്കുന്നത്, പിന്നെ പരമമായ പ്രാപ്യസ്ഥാനം എന്നറിയപ്പെടുന്നതാണത്. ഒരിക്കൽ എത്തിച്ചേർന്നാല് പിന്നെ തിരിച്ചു വരേണ്ടതില്ലാത്തതാണ് എന്ത് ഭഗവാന്റെ ധാമം എന്ന് പറയുന്നത്. ഒരിക്കൽ ചെന്നാൽ നമുക്ക് മടങ്ങി വരേണ്ടതില്ലാത്തതാണ് ഭഗവാന്റെ ധാമം എന്ന് പറയുന്നത്. ചിന്താമണി ധാമം എന്ന് പറയും ഭഗവാന്റെ ധാമത്തിന്. അതാണ് ഭഗവാന്റെ ധാമം. നമ്മള് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുമ്പോഴേക്കും നമുക്ക് എന്താണ് ഒക്കെ നടക്കുന്നതാണ് ഭഗവാന്റെ ധാമം. വേദേഷു യജ്ഞേഷു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത് സർവമിതം വിധിത്വ യോഗി പരം സ്ഥാനമുപൈതി ചാദ്യം. ഭക്തിമാർഗം സ്വീകരിച്ചത് കൊണ്ടോ വേദപഠനം, യജ്ഞാചരണം, ദാനം, കാമ്യകർമ്മങ്ങൾ എന്നിവയാൽ നേടാവുന്ന പുണ്യങ്ങളൊന്നും മനുഷ്യന് നഷ്ടപ്പെടുന്നില്ല. ഭഗവത് സേവനം കൊണ്ട് തന്നെ മേൽ പറഞ്ഞ പുണ്യഫലങ്ങളെല്ലാം ഭക്തന് ലഭിക്കുന്നു. കൂടാതെ അവസാനമായാൽ സനാതനമായ പരമധാമത്തിലെത്തുകയും ചെയ്യുന്നു. കൂടെ ഭക്തിമാർഗം സ്വീകരിച്ചത് കൊണ്ടോ വേദപഠനം ചെയ്തത് കൊണ്ടോ യജ്ഞാചരണം ചെയ്യുക, ദാനം, കാമ്യകർമ്മങ്ങൾ ഇവ കൊണ്ട് നമുക്ക് നേടാവുന്ന പുണ്യങ്ങളൊന്നും മനുഷ്യന് നഷ്ടപ്പെടുന്നില്ല. ഭഗവത് സേവനം കൊണ്ട് മാത്രം ഈ പറഞ്ഞ പുണ്യഫലങ്ങളെല്ലാം ഒരു ഭക്തന് ലഭിക്കും. അപ്പൊ നമ്മള് ഭക്തിമാർഗം സ്വീകരിച്ചത് കൊണ്ട് നമ്മളിപ്പോ വേദം പഠിക്കുന്നു, യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നു, ദാനം കൊടുക്കുന്നു, കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ എന്തിനാ ചെയ്യുന്നത്?
നമുക്ക് പുണ്യഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നൃഗരാജാവിന്റെ കഥ കണ്ടു, നമ്മൾ ദാനം കൊടുക്കും, നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? പുണ്യഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നത് ഭഗവത് സേവനം ചെയ്താൽ തന്നെ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഫലം ആർക്ക് കിട്ടും? ഈ ഭക്തന് കിട്ടും. ഒരു ഭക്തൻ ഭഗവത് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭക്തിമാർഗം സ്വീകരിച്ചു അത് വേദപഠനം ചെയ്യുക, യജ്ഞങ്ങൾ അനുഷ്ഠിക്കുക, ദാനം ചെയ്യുക, കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഈ ചെയ്യുന്നതിന്റെ മുഴുവൻ ഫലം ഭഗവത് സേവനം ചെയ്താൽ തന്നെ കിട്ടും. മാത്രമല്ല വേറെ എന്തുകൂടി കിട്ടും? ഭഗവാന്റെ പരമധാമത്തിലേക്ക് എത്താനും സാധിക്കും. ഇപ്പൊ നമ്മള് പുണ്യകർമ്മങ്ങൾ ചെയ്ത പുണ്യഫലം നമുക്ക് അനുഭവിക്കുള്ളൂ, ഭഗവാന്റെ ലോകത്ത് പോകാൻ പറ്റില്ല. പക്ഷെ ഈ കാര്യങ്ങളും ചെയ്യാം, ഒപ്പം നമുക്ക് എന്ത് ഭഗവത് സേവനം ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവത് സേവനം മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഫലവും കിട്ടും, പിന്നെ ഭഗവാന്റെ ലോകത്തേക്ക് പോകാനും പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഭഗവാന്റെ സേവനം മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ വേദപഠനങ്ങൾ ചെയ്യും. വേദപഠനത്തിന്റെ ലക്ഷ്യം എന്താണ്? ഭഗവാനെ കുറിച്ച് അറിയാന്നുള്ളതാണ്. യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നു, എന്തിനാണ്? ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട്. ദാനം കൊടുക്കുന്നു, എന്തിനാണ്? പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെ? യജ്ഞങ്ങൾ ചെയ്യുന്നതും വേദം പഠിക്കുന്നതും ഒക്കെ നമുക്ക് പുണ്യകർമ്മങ്ങൾ ചെയ്യാം. കാമ്യകർമ്മങ്ങള് ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. അപ്പോഴും നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? പുണ്യഫലങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നതും പിന്നെ അത് കൂടാതെ ഇത് പറഞ്ഞ ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നത് ഭഗവാന്റെ സേവനം മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഫലം നമുക്ക് തന്നെത്താനെ നമുക്ക് ലഭിക്കും. ഈ 4 കാര്യം ചെയ്യുന്നതിന്റെ ഫലം ഭഗവത് സേവനം ചെയ്യുന്നത് കൊണ്ട് ലഭിക്കും. മാത്രമല്ല നമുക്ക് എന്തുകൂടി സാധിക്കും? ഭഗവാന്റെ പരമധാമത്തിലേക്ക് പോകാനും സാധിക്കും. ഭഗവത് സേവനത്തിൽ മുഴുകിക്കൊണ്ട് ഒറ്റയടിക്ക് 4 ആശ്രമ വ്യവസ്ഥകളിലെ കർക്കശ വ്രതങ്ങളെയും പിന്നിട്ട് കളയാമെന്നതാണ് കൃഷ്ണാവബോധത്തിന്റെ മനോഹാരിത. അപ്പൊ നമ്മൾ ഭഗവത് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് എന്ത് സാധിക്കും? നമുക്ക് കൃഷ്ണാവബോധത്തിന്റെ മനോഹാരിത ഈ ആശ്രമങ്ങളുടെ ഒക്കെ നമുക്ക് പിന്നിടാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ 4 ആശ്രമങ്ങളും നമുക്ക് തന്നെത്താനെ കവർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എന്താണ്? ബ്രഹ്മചര്യം കഴിഞ്ഞു, അടുത്തത് ഗൃഹസ്ഥം കടന്നു, പിന്നെ വാനപ്രസ്ഥം കടന്നു, പിന്നെ സന്യാസത്തിലേക്ക് പോകണം. പക്ഷെ നമ്മൾ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണെങ്കിൽ നമുക്ക് 4 ആശ്രമങ്ങളെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ എല്ലാ ഓർഡർ തന്നെ വേണമെന്നില്ല, നമുക്ക് നേരെ എന്തിലേക്ക് കടക്കാം? കൃഷ്ണാവബോധത്തിന് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നേരെ തന്നെ സന്യാസത്തിലേക്കൊക്കെ നമുക്ക് കടക്കാനായിട്ട് സാധിക്കും. ഭക്തനുമായുള്ള സഹവാസം തുടർന്നു കൊണ്ട് പോകുമ്പോൾ ഭഗവത് സേവനത്തിന് അവസരമായി. ആ സേവന കർമ്മം കൊണ്ട് കൃഷ്ണനെ കുറിച്ചും കൃഷ്ണന്റെ കർമ്മങ്ങൾ, നാമരൂപങ്ങൾ, ലീലകൾ എന്നിവയെ കുറിച്ചും എല്ലാമുള്ള തെറ്റിദ്ധാരണകൾ ഒഴിഞ്ഞു മാറും. അപ്പൊ ഭക്തന്മാരുമായിട്ടുള്ള സഹവാസം തുടർന്ന് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് എന്തിനവസരമായി? അവിടെ ഭഗവത് സേവനത്തിനുള്ള അവസരമായി. അപ്പൊ അങ്ങനെ സേവന കർമ്മം ചെയ്യുന്നത് കൊണ്ട് ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ കർമ്മങ്ങള്, നാമരൂപങ്ങൾ, ലീലകൾ എന്നിവയെ കുറിച്ചും എല്ലാമുള്ള തെറ്റിദ്ധാരണകള് തന്നെത്താനെ മാറും. അപ്പൊ നമ്മൾ ഭഗവത് സേവനം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? ഭക്തന്മാരുമായിട്ടുള്ള ഭഗവത് സേവനല്ല, ഭക്തന്മാരുമായിട്ടുള്ള സഹവാസം. നമ്മള് ഒരു സത്സംഗം നല്ല ഭക്തന്മാരുമായിട്ട് കൂട്ടുകൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താ ചർച്ച നടക്കുന്നത്? ഭഗവാനെ കുറിച്ചായിരിക്കും ചർച്ച നടക്കുന്നത്. അപ്പൊ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാനുള്ള അവസരവും നമുക്ക് കിട്ടും. കൂടുതൽ കാര്യങ്ങൾ ഭഗവാനെ കുറിച്ച് അറിയുന്നത് കൊണ്ട് നമുക്ക് എന്തിലേക്ക് സാധിക്കും? ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും, ഭഗവാനെ പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ മാത്രല്ല ഭഗവാന്റെ നാമരൂപ ഗുണലീലകളെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ നമ്മൾ മാറിക്കിട്ടും ചെയ്യും. തെറ്റിദ്ധാരണകളെല്ലാം മാറും. നമ്മൾ കുറെ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ ധരിച്ചു വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഭക്തന്മാരുമായിട്ടുള്ള സഹവാസം കൊണ്ട് നമ്മുടെ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അവയെല്ലാം ഒഴിഞ്ഞു കിട്ടിയാൽ ഭക്തനെ പഠനത്തിൽ ഉറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ മാറിക്കഴിഞ്ഞാല് ആ ഭക്തന് പഠനത്തിൽ ഉറച്ചു നിൽക്കാനും സാധിക്കും. ഗീതാ പഠനത്തിൽ ആനന്ദം വളർന്നു വരുമ്പോൾ കൃഷ്ണാവബോധം എപ്പോഴും അനുഭവപ്പെടും. അതിന്റെ ഉച്ചകോടിയിൽ ഒരാൾക്ക് കൃഷ്ണനിൽ പ്രേമ ഭാവം ഉളവാകുന്നു. ജീവിതത്തിന്റെ ഈ പരിപൂർണ അവസ്ഥയിലാണ് ആധ്യാത്മിക അന്തരീക്ഷത്തിലുള്ള ഗോലോക വൃന്ദാവനം എന്ന കൃഷ്ണാവധാമത്തിലേക്ക് ഭക്തന് പ്രവേശനം ലഭിക്കുന്നത്. അവിടെയാണ് അയാൾ ശാശ്വതമായി ആനന്ദിക്കുന്നതും. അപ്പൊ ഈ ഗീതാ പഠനത്തിൽ ആനന്ദം വളരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വരും? കൃഷ്ണാവബോധം അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. ഭഗവത്ഗീത പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അതിൽ ആഗ്രഹം വരുന്നതനുസരിച്ച് നമുക്ക് കൃഷ്ണാവബോധം വളരും. ഭഗവാനിന്റെ ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഭഗവാനിൽ കൃഷ്ണപ്രേമം ഉളവാക്കുക എന്നുള്ളതാണ്. കൃഷ്ണപ്രേമം, പരമമായ പ്രേമം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യം.
ഈ പരിപൂർണ അവസ്ഥയിലാണ് എന്ത് നോക്കുന്നത്? ആധ്യാത്മിക അന്തരീക്ഷത്തിലുള്ള ഗോലോക വൃന്ദാവനം എന്ന കൃഷ്ണന്റെ ധാമത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ, ഉച്ചകോടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധിക്കും? ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രവേശനം ലഭിക്കും. അവിടെയാണ് അയാൾ ശാശ്വതമായി ആനന്ദിക്കുന്നത്. അപ്പൊ അവിടെയാണ് ആർക്ക് ആനന്ദം കിട്ടുന്നത്? ഭഗവാന് ശാശ്വതമായ ആനന്ദം അനുഭവിക്കുന്നത് എവിടെയാണ്? ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലാണ് ശാശ്വതമായിട്ട് ആനന്ദം അനുഭവിക്കുന്നത്. ഇനി ഗോപീചന്ദനത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മള് കുറെ പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ ഗോപീചന്ദനം. അതെന്താണ്? ദ്വാരകയിലെ ഒരു മണ്ണ്, വൃന്ദാവനം ദ്വാരകയിലുള്ള ഒരു മണ്ണാണ് എന്ത്? ഗോപീചന്ദനം എന്ന് പറയുന്നത്. അതായത് ഭഗവാൻ ചവിട്ടി നടന്ന സ്ഥലം, അവിടുത്തെ മണ്ണാണ് ഗോപീചന്ദനം. ആ ഗോപീചന്ദനം ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂതപ്രേത പിശാചികളൊന്നും നമ്മളെ സമീപിക്കില്ല. ഭൂതപ്രേത പിശാചികളൊന്നും നമ്മളെ സമീപിക്കില്ല. ഗോപീചന്ദനത്തിന്റെ മഹാത്മ്യം കേൾക്കുന്ന വ്യക്തിക്ക് എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തി നേടാനായിട്ട് സാധിക്കും. എല്ലാ തരത്തിലുള്ള കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടാനായിട്ട് ഈ ഗോപീചന്ദനത്തിന്റെ മഹാത്മ്യം കേൾക്കുന്ന വ്യക്തിക്ക് സാധിക്കും. പിന്നെ ഗോപീചന്ദനം ധരിക്കുന്ന വ്യക്തിക്ക് ഗംഗാനദിയിൽ സ്നാനം ചെയ്യുന്നതിന്റെ ഫലം ലഭിക്കും. 1000 അശ്വമേധ യജ്ഞങ്ങൾ ചെയ്യുന്നതിന്റെ ഫലം ലഭിക്കും. പിന്നെ ഗോപീചന്ദനം ധരിക്കുന്ന ആളിന്റെ അടുത്തേക്ക് ആര് വരില്ല? യമരാജൻ പോലും വരില്ല. കാരണം അദ്ദേഹത്തിന് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ വരും. അപ്പൊ ആരാണ് വരുന്നത്? ഭഗവാന്റെ അടുത്തുള്ള ഒരു പാർഷദന്മാരായിരിക്കും വരുന്നത്. അപ്പൊ അവർക്ക് അവിടേക്ക് പോകാൻ പറ്റും. അവരെ കൂടെ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാം, അല്ലാതെ യമരാജന്റെ കൂടെ പോകേണ്ടതായിട്ട് വരില്ല. ഗർഗ സംഹിതയിൽ പറയുന്നതാണിത് ഈ ഗോപീചന്ദനത്തെ കുറിച്ച്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധൂഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय। श्रील प्रभुपाद जय, गुरुदेव की जय। निताय गौर ब्रह्मानंदे। हरि हरि बोल। हरे कृष्ण। ക്വസ്റ്റ്യൻ എന്താ മാതാജി? അതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? അർജുനൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാതാജി. അർജുനൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണ, അർജുനൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ചോദ്യങ്ങള്? എന്താണ് ബ്രഹ്മം? ആത്മാവിലുണ്ട്. ആത്മാവെന്നാൽ എന്ത്? ബ്രഹ്മം, ആത്മാവുണ്ട്, ശരീരത്തിൽ എങ്ങനെ കുടികൊള്ളുന്നു? അതിഭൂതം എന്താണ്? ജൈവം എന്താണ്? യജ്ഞൻ എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. ഈ അർജുനനോട് ഭഗവാൻ എന്തൊക്കെ ഉത്തരം പറയുന്നത്? മാതാജി, ഇതില് യജ്ഞദേവത എന്ന് പറയണത് അതൊന്ന് പറയാം. അതാണ് ഉത്തരം പറഞ്ഞു വരുന്നുള്ള മാതാജി. അപ്പൊ ആരാണ് ഭഗവാൻ ഉത്തരം കൊടുക്കുന്നത്? എന്താണ്? അതീന്ദ്രനുമായ ആത്മാവാണ് ബ്രഹ്മം. ആത്മാവിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അധ്യാത്മം എന്ന് പറയുന്നത് ആ ശരീരം നിലനിർത്താൻ വേണ്ടി ജീവാത്മാവ് ചെയ്യുന്ന പ്രവർത്തികളാണ് കർമ്മം എന്ന് പറയുന്നത്. അടുത്തത് അതിഭൂതം, ഭൗതിക രൂപം ഭഗവാന്റെ അതിഭൂതം എന്ന് പറയുന്നത് എന്താണ്? ഭൗതിക രൂപമാണ്. ഭൗതിക പ്രകൃതിയാണ് അതിഭൂതം എന്ന് പറയുന്നത്. ഭഗവാന്റെ വിശ്വരൂപത്തെ നമ്മൾ എന്ത് പറയും? അതിദൈവം എന്ന് പറയും. ഭഗവാനെ തന്നെയാണ് എന്ത് പറയുന്നത്? അതിയജ്ഞൻ എന്ന് പറയുന്നത്. ഭഗവാനാണ് അതിയജ്ഞൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പൊ ഭഗവാൻ ട്ടോ. അതിയജ്ഞൻ എന്ന് പറഞ്ഞാല് മനസ്സിലായോ മാതാജിക്ക്? അതിയജ്ഞൻ എന്ന് പറഞ്ഞാല് ഭഗവാൻ തന്നെയാണ് അതിയജ്ഞൻ എന്ന് പറയുന്നത്. അപ്പൊ യജ്ഞദേവത എന്ന് പറയുന്നത് അത് തന്നെയല്ലേ? ഭഗവാൻ തന്നെയാണ് കേട്ടോ. ഭഗവാനെ തന്നെയാണ് യജ്ഞദേവത എന്ന് പറയുന്നത്. ഭഗവാൻ യജ്ഞങ്ങളുടെ ഭോക്താവാണ്. മാതാജി, ഒരു സംശയം. ഈ ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം എന്ന് പറയുന്നത് തന്നെയാണോ ഈ അതിദൈവം, അതിയജ്ഞം?
അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അത് നമ്മൾ പഠിക്കുമ്പോ ക്ലിയർ ആവും. കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ചുണ്ട് കേട്ടോ വ്യത്യാസം. നമുക്ക് വരിയുണ്ട് അത് അധ്യായങ്ങളിൽ, അപ്പൊ പറയുമ്പോ ക്ലിയർ ആക്കാട്ടോ അവിടെ. അപ്പൊ ഇവിടെ യജ്ഞദേവത എന്ന് പറയുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ യജ്ഞം എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞില്ലേ, ഭോക്താരാം യജ്ഞ തപസാം, എല്ലാ യജ്ഞങ്ങളുടെ ഭോക്താവ് ഭഗവാനാണ് നമ്മൾ 5-ാമത്തെ അധ്യായത്തിൽ കണ്ടില്ലേ. അപ്പൊ ഭഗവാൻ തന്നെയാണ് യജ്ഞദേവത. ഇനിയുള്ള ചോദ്യങ്ങൾക്ക് ഇനിയും ഭഗവാൻ അർജുനൻ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഉത്തരങ്ങൾ ഇനി പിന്നെ അധ്യായങ്ങൾ വരുന്നുണ്ട് ബാക്കിയുള്ളത് കേട്ടോ. ഇനി 8-ാമത്തെ ശ്ലോകത്തിൽ എന്താ ഭഗവാൻ പറയുന്നത്? എന്നെ പരമ ദിവ്യോത്തമ പുരുഷനായി ആരാണോ ധ്യാനിക്കുന്നത്, ആരാണോ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാത്തത് ആരാണോ, തുടർച്ചയായി എന്നെ മനസ്സിൽ സ്മരിക്കുന്നത്, അയാൾ എന്നെ തീർച്ചയായും പ്രാപിക്കാൻ സാധിക്കും അല്ലെ? ആരാണോ ഭഗവാനെ തീർച്ചയായിട്ടും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്, ഭഗവാനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്, അവർക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? പരമപുരുഷനെ എങ്ങനെ ധ്യാനിക്കാമെന്നാണ് ഭഗവാൻ. എങ്ങനെ ധ്യാനിക്കാമെന്ന് പരമപുരുഷനെ പറയുന്ന 9-ാമത്തെ ശ്ലോകത്തിൽ പറയണം അല്ലെ. സർവജ്ഞനാണ്, ആദിപുരുഷനാണ്, സർവനിയന്താവാണ്, അണുവിനേക്കാൾ സകലത്തിന്റെയും പരിപാലകനാണ്, ഭൗതിക അനുമാനങ്ങൾക്ക് അതീതനാണ്, അചിന്ത്യ രൂപനാണ്. നമ്മുടെ ചിന്തകൾക്ക് അചിന്ത്യ രൂപം എന്ന് പറയുന്നത് ഭൗതിക പ്രകൃതിക്ക് അതീതനും തേജസ്വിയുമായിട്ടുള്ള വ്യക്തിയായിട്ട് ഭഗവാൻ എങ്ങനെ ആരാധിക്കണം? ഒരു വ്യക്തിയായിട്ടാണ് ഭഗവാനെ കാണേണ്ടത്. ഭഗവാനെ പ്രകാശ രൂപത്തിലൊന്നല്ല കാണേണ്ടത്, വ്യക്തിയായിട്ട് കാണണമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഈ ഭൗതിക ലോകം എങ്ങനെയാണെന്നാണ് ഭഗവാൻ പറഞ്ഞത്? ദുഃഖപൂർണവും അസ്ഥിരവും എന്നാ പറയുന്നത് അല്ലെ. ഭൗതിക ലോകം ദുഃഖം നിറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. ഈ ഭൗതിക ലോകത്ത് നമ്മളെ ധാരണ എന്താണ്? ഈ ഭൗതിക ലോകം ഇങ്ങനെയാണ്, സുഖവും ദുഃഖവും നിറഞ്ഞത്. പക്ഷെ എന്താണ്? ഭൗതിക ലോകം ശരിക്കും ദുഃഖാലയമാണെന്നാണ് പറയുന്നത്. നമ്മള് ആത്മീയ ലോകത്തിൽ പോവാത്ത ആരോണ്ട് നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവുന്നില്ല. നമ്മളെ വിചാരം ഇങ്ങനെയാണെന്നാണ് അല്ലെ. അവിടെ പോകുമ്പോഴാണ് മനസ്സിലാവുക സച്ചിദാനന്ദാണ്, എപ്പോഴും ആനന്ദാണ് അവിടെ ഭഗവാന്റെ ലോകത്ത്. ഭഗവാന്റെ ധാമത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? ഭഗവാന്റെ ധാമത്തിന്റെ പ്രത്യേകതകള് ഒരിക്കൽ എത്തിച്ചേർന്ന പിന്നെ തിരിച്ചു വരേണ്ടതില്ല. പോയ പിന്നെ തിരിച്ചു വരേണ്ട വേദാന്തികൾ അക്ഷയം എന്ന് പറയുന്നതും അവ്യക്തം എന്ന് വിശേഷിപ്പിക്കുന്നതും പരമമായ പ്രാപ്യസ്ഥാനം എന്നറിയപ്പെടുന്നതും ഒരിക്കൽ എത്തിച്ചേർന്നാൽ പിന്നെ തിരിച്ചു വരേണ്ടതില്ലാത്തതുമാണ് എന്ത്? ഭഗവാന്റെ ലോകം, ചിന്താമണി ലോകം. ഭഗവാന്റെ ലോകം എല്ലാം ഭഗവാന്റെ ലോകം. ഗോപി ചന്ദനത്തിന്റെ പ്രത്യേകത ധരിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? സമീപിക്കില്ല, ഗംഗയിൽ സ്നാനം ചെയ്ത ഫലം കിട്ടും, നടക്കുന്ന മണ്ണ്, 1000 അശ്വമേധ യജ്ഞങ്ങൾ ചെയ്ത 1000 അശ്വമേധ യജ്ഞങ്ങൾ ചെയ്യുന്നതിന്റെ ഫലം ലഭിക്കും. പിന്നെ യമരാജൻ സമീപിക്കില്ല. യമരാജൻ വരില്ല എന്ന് വെച്ചാൽ നമുക്ക് മരണമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, വിഷ്ണു പാർഷദന്മാര് വരും. വിഷ്ണു പാർഷദന്മാര് വരും. അതൊക്കെ മനസ്സിലായി അല്ലെ. അതായത് നമ്മളിപ്പോ എവിടേക്കാ പോക? യമരാജൻ നമ്മള് ഭഗവാന്റെ ഗോലോകത്തില് പോവാൻ തയ്യാറായിട്ടിരിക്കുകയല്ലോ എപ്പോഴും. എവിടേക്ക് പോകാൻ മാതാജി, അപ്പൊ ഈ വിഷ്ണുവിന്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മള് വൈകുണ്ഠത്തിലേക്കല്ലേ പോവാ? അപ്പൊ ഗോലോകത്തിലേക്ക് എത്തില്ലല്ലോ. ഗോലോകത്തിലേക്ക് എത്തില്ല. മാതാജിക്ക് ലക്ഷ്മി ദേവിക്ക് പോലും പോകാൻ പറ്റിയിട്ടില്ല ഗോലോക വൃന്ദാവനത്തിലേക്ക്. അത് രാധാറാണിയുടെ സ്ഥലമാണ്. അവിടേക്ക് വൃന്ദാവനത്തിലേക്ക് കടക്കണമെങ്കിൽ രാധാറാണിയുടെ പെർമിഷൻ വേണം നമുക്ക്. ലക്ഷ്മി ദേവി പോലും ആഗ്രഹിക്കുന്നതാണ്. ഒരു കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ? മഹാദേവൻ വൃന്ദാവനത്തിലെ ലീല കാണാനായിട്ട് മഹാദേവൻ പോവാനായിട്ട് മഹാദേവൻ അങ്ങോട്ട് കടത്തില്ല, ഗോപി കടത്തുള്ളത് അല്ലേ? അങ്ങനെയാ പറഞ്ഞ ഗോപിമാരുടെ വേഷത്തിലേ പോകാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഗോപിയായിട്ട് ആര് പോകാണ്? മഹാദേവൻ പോകുന്നത്. അതേപോലെ തന്നെ ലക്ഷ്മി ദേവി ഐശ്വര്യഭാവത്തിലാണ്. പക്ഷെ ഗോപികമാര് രാധാറാണി എങ്ങനെയാണ്? മാധുര്യഭാവത്തിലാണ്. അപ്പൊ ലക്ഷ്മി ദേവിക്കും എവിടേക്ക് പോകാൻ പറ്റില്ല? ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാൻ പറ്റില്ല, ഐശ്വര്യഭാവത്തിലിരിക്കുന്ന കൊണ്ട്. പക്ഷെ രാധാറാണി മാധുര്യഭാവത്തിലാണ് ഭഗവാന്റെ അടുത്ത്. അതുകൊണ്ട് രാധാറാണിയുടെ ആണ് എവിടെ സ്ഥലം? വൃന്ദാവനം. അപ്പൊ നമ്മള് മാധുര്യഭാവത്തിൽ ഭഗവാൻ ആരാധിച്ച നമുക്ക് എന്ത് ചെയ്യാം? വൈകുണ്ഠം വരെയാണ് പോകാൻ പറ്റുള്ളൂ അല്ലേ? നമ്മള് മാധുര്യഭാവത്തിൽ നമ്മൾ എന്തിനാ കുറയ്ക്കണം? നമുക്ക് ഗോപികമാരായ പോലെ ഭഗവാന്റെ അതുപോലെ നമുക്ക്
അതാണ് നല്ലത്. അപ്പൊ നിങ്ങൾക്ക് എവിടേക്ക് പോവാം? അങ്ങോട്ട് പോവാം. ഹരേ കൃഷ്ണ. അടുത്ത എന്താ പറയുന്നത്? നമ്മള് 28ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ഭഗവത് സേവനം കൊണ്ട് തന്നെ പുണ്യഫലങ്ങൾ എല്ലാം ലഭിക്കും. മാസം കൊണ്ട് വേദപഠനം, യശചരണം, ദാനം, ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്തുമാത്രം ചെയ്താൽ മതി? ഭഗവത് സേവനം ചെയ്താൽ ഇതെല്ലാം ചെയ്യുന്നതിന്റെ ഫലമാണ്. ഫലം ലഭിക്കും. ഈ 4 കാര്യങ്ങൾ വേദപഠനം ചെയ്യുന്നു, യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നു, പിന്നെന്താണ് പറഞ്ഞത്? യജ്ഞം ചെയ്യുക, ദാനങ്ങൾ. ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഫലം ഭഗവത് സേവനം ചെയ്യുന്നത് കൊണ്ട് മാത്രം കിട്ടും. ഒപ്പം വേറൊരു പ്ലസ് പോയിന്റും കൂടി കിട്ടും, ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനും പറ്റും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് മതി? ഭഗവത് സേവനം ചെയ്യാന്ന് മാത്രം നമ്മൾ വിചാരിക്കുക, ബാക്കി ഒന്നും നമുക്ക് ചിന്തിക്കേണ്ട. ഈ ഭഗവത് സേവനം പറഞ്ഞ നാമോച്ചാരണമല്ലേ? അത് മാത്രം ഇപ്പൊ പറയാം, ബാക്കി നിങ്ങൾക്ക് കൂട്ടി പറയാം. നമുക്കിത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ അതിനെ പറ്റിട്ട്. ഇതൊന്ന് കഴിഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. ഈ അധ്യായത്തിന്റെ പേരെന്താണ്? പരമപദപ്രാപ്തി. 7 മുതൽ 12 വരെയുള്ള അധ്യായം ഏത് യോഗത്തിൽ വരും? ഭക്തി യോഗത്തിലാണ് 7 മുതൽ 12